അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ സംഗമിപ്പാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം, സത്യത്തിൽ സൂം മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷം ഇത്രയധികം ഒരു ഗ്യാപ്പ് നമുക്കുണ്ടാകുന്ന ആദ്യമായിട്ടാണ്. ഗ്യാപ്പ് ഉണ്ടാകാൻ ഞാൻ അനുവദിച്ചിട്ടില്ല ഇതുവരെ. എന്നാൽ നമുക്ക് ഒരുമിച്ച് ഗ്യാപ്പിന് ശേഷവും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ സംഗമിപ്പാൻ കർത്താവ് നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അകതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളാരും ഉണ്ടാകില്ലെന്ന് വിചാരിച്ചു. എന്നാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതെ ആൾക്കാരുണ്ട്. വരട്ടെ, അത് ശീലം നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ക്ലാസ്സുകൾ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീക വളർച്ചയും ഒരു ആത്മീക ആ ടൈം എല്ലാം നമുക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. പക്ഷെ നമുക്ക് ഒരുമിച്ച് ഇന്നു മുതൽ കുറച്ച് ദിവസങ്ങൾ കൂടെ ഞാനിത് നിരന്തരമായിട്ട് നിർബന്ധമായിട്ട് ഞാനിതിനകത്ത് കയറാൻ ശ്രമിക്കുകയാണ്. കയറുന്ന മറ്റൊന്നിനുമല്ല, ദൈവസഭ, അതായത് ഞാൻ ഈ നമ്മുടെ ബൈബിൾ കോളേജ് മാത്രമല്ല, സൂം മാത്രമല്ല, ഞാൻ കർത്താവിൻ്റെ ശരീരം എന്ന സഭയാണ് ഞാനിത് എൻ്റെ ചിന്തയ്ക്കകത്തുള്ളത്. അപ്പം അതുകൊണ്ട് തൃശ്ശൂരുകാരും എല്ലാവരും ഇതിനകത്ത് ഒരുമിച്ച് സഭ എന്ന സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അടുത്ത ഒരു തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ ഉടമ്പടി എല്ലാവരും മറന്നുപോയെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ആരോടെങ്കിലൊക്കെ ചോദിക്കാം, വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരോട് ചോദിക്കാം. അപ്പോൾ അവർ ഒന്നെങ്കിൽ ലീവ് ആകും, അല്ലെങ്കിൽ വേഗം പുറത്തു വന്ന് കാര്യം പറയും. ഓക്കെ, പുതിയ ഉടമ്പടി വേദപുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ പല ഉടമ്പടികളെക്കുറിച്ച് കണ്ടു. 6 പ്രധാനപ്പെട്ട ഉടമ്പടികൾ ബൈബിളിലുണ്ടെന്ന്, ദൈവോന്മുഖമായി ബന്ധപ്പെട്ടുണ്ടെന്ന് കണ്ടു. ഒന്ന്, ഞാൻ നിങ്ങളോട് ചോദിച്ച സമയം പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. 1 ആദാമി ഉടമ്പടി, 2 നോഹൈക ഉടമ്പടി, 3 അബ്രഹാമി ഉടമ്പടി, 4 മോശൈക ഉടമ്പടി, 5 ദാവീദ് ഉടമ്പടി, 6 പുതിയ ഉടമ്പടി. ഇങ്ങനെ 6 ഉടമ്പടികളാണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്തിരിക്കുന്നത്, നമുക്ക് ബൈബിൾ തുറന്നു നൽകുന്നത്. മറ്റു പല ഉടമ്പടികളെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. ദാവീദും യോനാഥാനും തമ്മിൽ നടന്ന ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പല ഉടമ്പടികൾ ബൈബിളിൽ, മറ്റു പലതും ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഉടമ്പടികൾ തന്നെ 3 പ്രധാനപ്പെട്ട വിധത്തിലുണ്ട്. 1 ഗ്രാൻഡ് കവനന്റ്, 2 കിൻഷിപ്പ് കവനന്റ്, 3 വാസൽ കവനന്റ്. ഗ്രാൻഡ് കവനന്റ് എന്ന് പറഞ്ഞാൽ ഉയർന്ന വ്യക്തി താഴ്ന്ന വ്യക്തിയോട് ചെയ്യുന്ന കവനന്റാണ് ഗ്രാൻഡ് കവനന്റ്. ഗ്രാൻഡ് കവനന്റിന്റെ പ്രത്യേകത, ഇതിനകത്ത് ഒരു വ്യക്തി അടുത്ത വ്യക്തിക്ക് ദാനമായി നൽകുകയാണ്. അതിനകത്ത് അധികം ഈ കരാറുകളില്ല, അതിനകത്ത് അധികം എഗ്രിമെന്റുകളില്ല. ഒരു രാജാവ് യുദ്ധം ജയിച്ചു വരുമ്പോൾ ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ സഹനത്തോടെ യുദ്ധത്തിൽ വിശ്വസ്തനായി നിന്നവന് രാജാവ് കൊടുക്കുന്ന ബഹുമാന്യത, അതിനെയാണ് സത്യത്തിൽ ഗ്രാൻഡ് കവനന്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ലിൻസി ആഡാകുന്നവരെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഓക്കെ, കിൻഷിപ്പ് 2 തത്തുല്യമായ ഉടമ്പടികളാണ്. എന്നാൽ വാസൽ കവനന്റ് അങ്ങനെയല്ല. ഒരു കൂട്ടം വ്യക്തികളെ അടിമകളായി പിടിച്ചു കൊണ്ടുവന്നു, അവരോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ഉടമ്പടിയാണ് വാസൽ കവനന്റ്. ഇത്രയും ചിത്രം നിങ്ങൾക്കറിയാം. ആദാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് നാം കാണുന്നത് ഹോശയുടെ പുസ്തകത്തിലാണ്. ആ ഉടമ്പടി ആദാം ലംഘിച്ചു. രണ്ടാമത് ദൈവ ഉടമ്പടി ചെയ്ത് നോഹയോടുള്ള ബന്ധത്തിലാണ്. ആ ഉടമ്പടി ആയുഷ്കാലം മുഴുവൻ, മാനവകുലം ഉള്ളിടത്തോളം കാലം മുഴുവൻ നിലനിൽക്കുന്ന ഉടമ്പടിയാണ് നോഹൈക ഉടമ്പടി. അടുത്ത ഉടമ്പടി അബ്രഹാമി ഉടമ്പടിയാണ്. അബ്രഹാമി ഉടമ്പടിയെക്കുറിച്ചും ദാവീദ് ഉടമ്പടിയെക്കുറിച്ചും നമ്മൾ തൊടാൻ പോവാണ്. ദാവീദ് ഉടമ്പടിയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അവിടെയാണ് കിങ്ഡം വരുന്നത് അവിടെയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ മുഖവര പറയുമ്പോൾ ആർക്കും ബോറടിക്കേണ്ട, കൃത്യമായ സ്ട്രക്ചർ കൊണ്ടുവരികയാണ്. അപ്പം അബ്രഹാമി ഉടമ്പടി ദൈവം അബ്രഹാം മുഖാന്തരം ചെയ്തു. അബ്രഹാമിന്റെ ദൈവം ചെയ്തു ഉടമ്പടിയാണ് അബ്രഹാമി ഉടമ്പടി. ആ ഉടമ്പടിയിൽപ്പെട്ട അബ്രഹാമിന്റെ തലമുറകളോട് ദൈവം ചെയ്ത അടുത്ത ഉടമ്പടിയാണ് മോശൈക ഉടമ്പടി. ആ ഉടമ്പടിയാണ് നമ്മൾ പഴയ ഉടമ്പടി എന്ന് പറഞ്ഞ് എബ്രായ ലേഖനത്തിൽ കാണുന്നത്. നീക്കിക്കളഞ്ഞ ഉടമ്പടി, നീങ്ങിപ്പോയ ഉടമ്പടി, 1ാമത്തെ ഉടമ്പടി, പഴയ ഉടമ്പടി എന്നൊക്കെ പേരിൽ കാണുന്നത് മോശയോട് ചെയ്ത ഉടമ്പടിയാണ്. മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് ദൈവം ചെയ്ത ഉടമ്പടിയാണ്. എന്നാൽ അടുത്തൊരു ഉടമ്പടി നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ മോശയോട് ചെയ്ത ഉടമ്പടി അത് ഗ്രാൻഡിൽ തുടങ്ങി കിൻഷിപ്പിലൂടെ വാസലിലെത്തി നിന്നു. അതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. വാസൽ കവനിലേക്ക് വന്നപ്പോഴാണത് ആവർത്തന പുസ്തകത്തിൽ പെട്ടകത്തിൻ്റെ അടുക്കിൽ, പെട്ടകത്തിൻ്റെ സൈഡിൽ അത് എഴുതി വെക്കുന്ന തലത്തിലേക്ക് ആ ഉടമ്പടി മാറ്റപ്പെട്ടത്. ഓക്കെ, ഇനി നമ്മൾ വരാൻ പോകുന്നത് ദാവീദ് കവനന്റാണ്. അപ്പം അബ്രഹാമി കവനന്റിൻ്റെ പിന്തുടർച്ചയായ ഇസ്രായേൽ മക്കളോട് ദൈവം ചെയ്ത ഉടമ്പടിയായ
പഴയ ഉടമ്പടിയുടെ കാലഘട്ടം നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ദൈവം ഒരു വ്യക്തിയോട് ചെയ്ത ഉടമ്പടിയാണ് ദാവീദ്യ ഉടമ്പടി എന്ന് പറയുന്നത്, ഡേവിഡ് കവനന്റ് എന്ന് പറയുന്നത്. പുതിയ നിയമ വിശുദ്ധന്മാർ ദാവീദ്യ ഉടമ്പടിയെക്കുറിച്ചുള്ള വെളിപ്പാട് അകത്ത് കയറാത്തത് കൊണ്ട് അവർ അനുഭവിക്കേണ്ട കണ്ടമാനം നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നില്ല. അബ്രഹാമ്യ കവനന്റിന്റെ വെളിപ്പാടകത്ത് കയറാത്തത് കൊണ്ട് കണ്ടമാനം വിശുദ്ധന്മാർ അവർ ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനിയിലേക്ക് എത്തിച്ചേരുന്നില്ല. ഈ കവനന്റിന്റെ പഠനം ഇന്ന് രാത്രി നമ്മളിവിടെ ആരംഭിക്കുമ്പോൾ, അബ്രഹാമ്യ കവനന്റിന്റെ അല്ലെങ്കിൽ കിങ്ഡം റെവലേഷൻ നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുമ്പോൾ, ഞാൻ ഗ്യാരണ്ടിയോടെ പറയാം, നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഈ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങളിൽ ഈ കവനന്റിന്റെ അല്ലെങ്കിൽ കിങ്ഡം റിലം നിങ്ങളുടെ മേൽ ദൈവാത്മാവ് തുറക്കാൻ തുടങ്ങും. കിങ്ഡം റിലം ദൈവാത്മാവ് നിങ്ങളുടെ മേൽ തുറക്കാൻ തുടങ്ങും. നിങ്ങളുടെ മേൽ കിങ്ഡത്തിന്റെ വലിയ പ്രദർശനങ്ങൾ നിങ്ങളിലൂടെ വെളിപ്പെടാൻ തുടങ്ങും. ഞാനത് വാക്കുകളിലൂടെ പറഞ്ഞാൽ അത് വിവരിക്കുവാനായിട്ട് അസാധ്യമാണ്. പുറകിൽ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ നമുക്ക് വിശകലനം ചെയ്യേണ്ട അടുത്തൊരു ഭാഗം, ഇപ്പോൾ നാം ജീവിക്കുന്ന പുതിയ ന്യൂ കവനന്റിന്റെ കാലഘട്ടത്തിലാണ്. യേശുക്രിസ്തു, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ച അന്ന്, അവൻ മരിച്ചവന്റെ തലേ ദിവസം പെസഹ ആചരിക്കുന്ന അന്ന് അവൻ പുതിയ ഉടമ്പടി പ്രഖ്യാപിച്ചു. കാൽവറിയിൽ അവൻ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. അപ്പോൾ യേശുക്രിസ്തു സ്ഥാപിച്ച പുതിയ ഉടമ്പടി 2 ഉടമ്പടികളുടെ ഫുൾഫിൽമെന്റ് ആയിരുന്നു. 2 ഉടമ്പടികളുടെ ഫുൾഫിൽമെന്റ് ആയിരുന്നു. ഒന്ന്, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദാമിനോട് ചെയ്ത ഉടമ്പടി ആദാം ലംഘിച്ചു, അതുകൊണ്ട് പിന്നെ ആ ഉടമ്പടി അങ്ങ് പോയി. മോശയോട് ചെയ്ത ഉടമ്പടിയുടെ നിവൃത്തി നടന്നില്ല, ആ ഉടമ്പടി നീക്കിക്കളഞ്ഞു. എന്നാൽ ഇന്നും നിലനിൽക്കുന്ന 2 ഉടമ്പടികൾ പഴയ നിയമത്തിലുണ്ട്. ശ്രദ്ധിച്ചെന്റെ കൂടെ വരണം. ഒന്ന് അബ്രഹാമി ഉടമ്പടിയാണ്, മറ്റൊന്ന് ദാവീദി ഉടമ്പടിയാണ്. കേട്ടോ, എഴുതുന്നവരത് എഴുതി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അബ്രഹാമി ഉടമ്പടിയിൽ ദൈവാത്മാവ് അബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വങ്ങൾ നമ്മൾ 50 വാക്തത്വങ്ങളോളം ഉണ്ടെന്ന് കണ്ടു. പ്രധാനമായിട്ട് നമ്മൾ അതിനെ 3 ആക്കി തിരിച്ചു. ഒന്ന്, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. 2, ഞാൻ നിനക്കൊരു ദേശം അവകാശമായി തരും. 3, നിന്റെ സന്തതി ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും അനുഗ്രഹമായി മാറും. ആ സന്തതി ക്രിസ്തുവാണെന്ന് ഗലാത്യലേഖനം 3:16 നിന്നുകൊണ്ട് നമ്മൾ കണ്ടു. അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും വാക്തത്വം ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, ഏകനെ കുറിച്ചത്രേ. ആ ഏകൻ ക്രിസ്തു അത്രേ. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വ സന്തതി ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തു ഭൂമിയിൽ ജനിച്ചപ്പോൾ അബ്രഹാമ്യ കവനന്റിന്റെ ഒരു പാർട്ട് നിവർത്തിക്കപ്പെടുകയാണ്. ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിന്റെ ജനനം അബ്രഹാമ്യ ഉടമ്പടിയുടെ നിവർത്തിയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മരണം പുതിയ ഉടമ്പടിയുടെ നിവർത്തിയാണ്. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, അവനെ അവിടെ ക്രിസ്തുവായി അവരോധിച്ചത് ദാവീദി ഉടമ്പടിയുടെ നിവർത്തിയാണ്. 3 ഉടമ്പടികളുടെ നിവർത്തി ഞാനിപ്പോൾ പറഞ്ഞു. ആർക്കെങ്കിലും ഒരാൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തത് പറയാമോ? ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അങ്ങനെ ചോദിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അബ്രഹാമ്യ ദാവീദ്യ പുതിയ ഉടമ്പടികൾ എപ്പോഴാണ് യേശുക്രിസ്തുവിൽ നിവർത്തിച്ചതെന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? കൊച്ചമ്മ തൊട്ട് ഇങ്ങോട്ട് ആർക്ക് വേണമെങ്കിലും പറയാം, ആരുമില്ല. അബ്രഹാമിന്റെ ഉടമ്പടി നിവർത്തി വന്നത് യേശുവിന്റെ ജനനത്തിങ്കൽ. കറക്റ്റ്. അതിന് കാരണം എന്താണ്? കാരണം സന്തതികൾക്ക് അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന ഏകനെ കുറിച്ചത്രേ പറഞ്ഞിരിക്കുന്നത്. ആ സന്തതി ക്രിസ്തുവാണ്. ഗലാത്യർ 3:16 പ്രകാരം അബ്രഹാമിന്റെ സന്തതി ക്രിസ്തുവാണ്. ഞാൻ നിനക്കൊരു സന്തതിയെ തരും. ആ സന്തതി മുഖാന്തരം ഭൂമിയിലെ ഞാൻ നിനക്കൊരു സന്തതിയെ തരും, ഞാൻ നിനക്കൊരു ദേശം തരും, ഞാൻ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും നിന്നെ ഒരു അനുഗ്രഹമാക്കി വയ്ക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ആ സന്തതി ക്രിസ്തുവാണ്. ആ സന്തതി ഭൂമിയിൽ ജനിച്ചപ്പോഴാണ് അബ്രഹാമ്യ കവനന്റ് നിവർത്തിക്കപ്പെടാൻ ആരംഭിച്ചത്. ഓക്കെ, ഇനി രണ്ടാമത് പറഞ്ഞോ.
പുതിയ ഉടമ്പടിയുടെ നിവർത്തി യേശുവിന്റെ മരണത്താൽ. പുതിയ ഉടമ്പടിയുടെ നിവർത്തി നടന്നത് യേശുക്രിസ്തുവിന്റെ മരണത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അനന്തരം അവൻ പാനപാത്രം എടുത്ത ശേഷം പറഞ്ഞു, ഇത് എന്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു. അന്ന് രാത്രിയാണ്, ആ പെസഹയുടെ അന്ന് രാത്രിയാണ് നമ്മുടെ കർത്താവ് പിതാവ് തനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ താൻ തന്റെ ശിഷ്യന്മാർക്ക് രാജ്യം നിയമിച്ചു കൊടുത്തത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചു പോകാം. പിന്നത്തേതിലാണ് നമ്മളത് എടുക്കാൻ പോകുന്നത്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. നിങ്ങൾ ശുശ്രൂഷയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ ഇത് എഴുതി പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് നിങ്ങളുടെ ഒരു ശുശ്രൂഷയിൽ നിങ്ങളെ വളർത്തുന്ന ഒരു വളർച്ചയായി മാറും. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് രാജ്യം നിയമിച്ചു തരുന്നു എന്ന് ഉടമ്പടിയുടെ പ്രഖ്യാപനം നടന്ന അന്ന്, പുതിയ കവനന്റ് പ്രഖ്യാപിച്ച അന്ന്. അപ്പൊ ന്യൂ കവനന്റിൽ കൂടെ നടന്നത് എന്താണ്? ന്യൂ കവനന്റിൽ കൂടെ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. ആ കവനന്റിൽ കൂടെ ദൈവം നമുക്ക് പിതാവ് തന്റെ രാജ്യം പുത്രന് നിയമിച്ചു കൊടുത്തത് നമുക്ക് നിയമിച്ചു തന്നിരിക്കുന്നു. ഒയ്യോ, ആ വാക്യം ഒന്നും കൂടെ വായിച്ച വാക്യം എല്ലാവരും ഞാനത് എനിക്ക് എന്താ പറയുക, ഡിസ്പ്ലേ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇനിയും നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കാനായിട്ട് ആളുകളെ ആവശ്യമുണ്ട്. വേറൊരാളും കൂടെ കമ്പ്യൂട്ടറിലിരുന്ന് വാക്യം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അതാത് സമയത്ത് ഇത് ഡിസ്പ്ലേ ചെയ്താൽ എല്ലാവർക്കും ഇത് വായിക്കാൻ പറ്റും. പല പരിഭാഷകൾ നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഇപ്പൊ പോട്ടെ, ഇന്നിങ്ങനെ പോട്ടെ. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എന്റെ പിതാവ് എനിക്ക് വായിച്ചോ, ഒരാൾ വായിച്ചോ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. അപ്പൊ എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. എന്ത് തരുന്നു? രാജ്യം നിയമിച്ചു വരുന്നു. എപ്പോ? എങ്ങനെ? കവനന്റിലൂടെ, പുതിയ ഉടമ്പടിയിലൂടെ പിതാവ് പുത്രന് കൈമാറിയ രാജ്യം. കൃപയാൽ അവൻ ദൈവമക്കളായി നമുക്ക് അവൻ കൈമാറിയിരിക്കുകയാണ്. ഓരോ കവനന്റുമീലും നിങ്ങളിലേക്ക് രാജ്യം കൈമാറിയെന്നതിൻ്റെ അടയാളമാണ്, പ്രഖ്യാപനമാണ്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. ആ ജീവൻ ആരുടെ ജീവനാ? ആ ജീവൻ അവൻ്റെ ജീവനാ. അവൻ്റെ നിത്യജീവനാണ് നിങ്ങളിലേക്ക് പകർന്നത്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. അപ്പൊ അവൻ്റെ ജീവൻ അവൻ്റെ നിത്യജീവനാണ്. അവൻ്റെ ജീവന്റെ പ്രത്യേകത എന്താ? അത് എറ്റേണൽ ലൈഫാണ്. അവനല്ലേ ഈ രാജ്യത്തിന്റെ രാജാവ്. ആ അവനിൽ നിന്ന് പുറപ്പെട്ടവല്ലേ ഈ രാജ്യം. അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴല്ലേ ഈ കാണുന്ന മുഴുവൻ ഉണ്ടായേ. അപ്പൊ രാജാവിൽ നിന്നല്ലേ രാജ്യം ഉണ്ടായേ. അപ്പൊ രാജാവിൽ നിന്നുണ്ടായ രാജ്യം അവൻ നിങ്ങൾക്ക് നിയമിച്ചു തന്നിരിക്കുന്നു. എപ്പോൾ? കവനന്റിലൂടെ. അപ്പൊ അതുകൊണ്ട് അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്ന കത്രുമേശ, തിരുവത്താഴം, ഞാൻ അവനെ കവനന്റ് മീൽ എന്ന് പറയാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. കത്രുമേശ എന്ന് പറഞ്ഞ കുഴപ്പമില്ല, അപ്പം നുറുക്കെന്ന് പറഞ്ഞ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അവന് ഇഷ്ടം കവനന്റ് മീൽ എന്ന് പറയാൻ, ഉടമ്പടിയുടെ ഭക്ഷണം. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് ധ്യാനിക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് കർത്താവിൻ്റെ മേശ എപ്പോഴും കവനന്റ് മീൽ എന്ന് പറയുന്നതാണ് വലിയ ഇഷ്ടം. ഓക്കെ, ഞാൻ നാളെ രാവിലെ അത് ചെയ്യണമെന്ന് ചിന്തിച്ചതാണ്. പക്ഷേ നേരത്തെ അത് ഗ്രൂപ്പിൽ പറയാൻ പറ്റാതിരുന്നതുകൊണ്ട് നിങ്ങൾക്കതിനെ ഉണ്ടാക്കാൻ കഴിയാത്ത സാവകാശമാണോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ നാളെ കവനന്റ് മീൽ ഉണ്ടെന്ന് പറയാത്തത്. എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് ഈ കവനന്റ് മീൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ പറയാമോ, കവനന്റ് മീലാണ് നമ്മിലേക്ക് രാജ്യത്തെ നിയമിച്ചവന്റെ പ്രഖ്യാപനം നടക്കുന്ന സ്ഥലം. ഓക്കെ, അവിടെ നിൽക്കട്ടെ, നമുക്ക് പുറകിൽ അവിടേക്ക് വരാം. നമ്മളിപ്പോൾ വീണ്ടും ഒന്നും കൂടെ അടുത്ത് വരികയാണ്. അപ്പം യേശുവിന്റെ ജനനം അബ്രഹാമ്യ കവനന്റിന്റെ നിവർത്തി, യേശുവിന്റെ മരണം പുതിയ ഉടമ്പടിയുടെ പ്രഖ്യാപനം. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യരുത്. വായിക്കുന്നവർ വായിച്ചു കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ.
ഇനി യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, അവനെ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തുവാക്കി വെച്ചത് ദാവീദ്യ കവനന്റിന്റെ നിവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ വലത്തുഭാഗത്ത് അവനെ, അങ്ങനെ ഒരു വാക്യം നമുക്ക് കാണാം, പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം വായിച്ച്. 36-ാം വാക്യം വായിച്ച്. 2:36. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അപ്പൊ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. എപ്പോ? ഇത് പെന്തക്കോസ്താളിലെ പ്രസംഗമാണ്. 10 ദിവസം മുമ്പ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ നോക്കി നിൽക്കി അവർ കണ്ടത് സ്വർഗത്തിലേക്ക് യേശു സ്വർഗാരോഹണം ചെയ്തു പോകുന്നതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം ആരെയെന്നറിയോ? ഈ പത്രോച്ചൻ ഈ എടുത്തുചാട്ടക്കാരനാണ്. പക്ഷെ എനിക്ക് പുള്ളിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വലിയ പഠനമൊന്നുമില്ല, നമ്മുടെ ചേട്ടനായിട്ട് വരും. പക്ഷേ പുള്ളി പറയണ കാര്യങ്ങൾ, അതെന്താ എന്നെ തുറിച്ചു നോക്കുന്നത്, നിങ്ങൾ എൻ്റെ ചേട്ടനായിട്ട് വരുന്നു പറഞ്ഞപ്പോൾ ഞാൻ പഠനത്തിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞേ. പുള്ളി വലിയ കാര്യമായിട്ട് ഈ സെക്യുലർ പഠനമൊന്നും പുള്ളിക്കില്ല. നിങ്ങൾ പഠിച്ചവർക്കായി സ്തോത്രം കേട്ടോ. എനിക്കിത് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആദ്യകാലത്തൊക്കെ ഒരു ചെറിയ കുശുമ്പുണ്ടായിരുന്നു ഇങ്ങനെ നന്നായി പഠിച്ചവരോടൊക്കെ. എനിക്കിപ്പോഴും പോട്ടെ, അത്താഴം തന്നെ പൊത്തും പിടിയ പിന്നെ പഴഞ്ചോർന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ. പോട്ടെ. എന്നാലും ഈ പത്രോസിന് കിട്ടിയ ഒരു ചെറിയ കൃപയുണ്ട്. എന്താ പത്രോസിന്റെ കൃപ എന്നറിയാമോ? പുള്ളി അതത് സമയത്ത് കൃത്യമായി പഴയ നിയമത്തിൽ നിന്ന് കൊട്ടേഷൻ കൊണ്ടുവരും. അതൊരു ഭയങ്കര ജ്ഞാനമാണ് കേട്ടോ. പുള്ളിയുടെ പ്രസംഗം ഈ ആവേശമുണ്ട് പുള്ളിക്ക്, എടുത്തുചാട്ടമുണ്ട് പുള്ളിക്ക്. പക്ഷെ പുള്ളിയുടെ സന്ദേശത്തിന് പ്രത്യേകതയുണ്ട്. ഇനി ഞാൻ അലറുന്ന പോലെ അലറുന്നോന്ന് എനിക്ക് അറിയില്ല, അത് ഞാൻ കേട്ടില്ലല്ലോ, പ്രസംഗം ഡയറക്റ്റ് കേട്ടില്ലല്ലോ. ഇസ്രായേലിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കേട്ടു, ഇസ്രായേൽ പറയുന്നത് കേട്ടു, യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശു പറഞ്ഞ അതേ വാക്കുകൾ അവർ അതുപോലെ അന്തരീക്ഷത്തിൽ നിന്ന് അവർ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാം അടുത്ത അനധിവിദൂരം എന്നെയെന്ന് ഈ ഇസ്രായേലിലുള്ള ഗവേഷകർ പറഞ്ഞൊരു ചിത്രം ഞാൻ കേട്ടു. ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യം കേൾക്കേണ്ടത് പത്രോസിന്റെ പ്രസംഗമാണ്, അല്ല രണ്ടാമത് കേൾക്കേണ്ടത്. കാരണം പുള്ളിയുടെ പ്രസംഗം ഏകദേശം ഒരു അലർച്ചയാകാൻ സാധ്യതയുണ്ട്. ഓട്ടെ, ഞാൻ എൻ്റെ ഒരു ആശ്വാസത്തിന് പറഞ്ഞതാണ്. പുള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. ആവേശം കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ വലിയ ഈ പദാനുപദത്തിലുള്ള വലിയ അർത്ഥവ്യാപ്തിയുള്ള പ്രസംഗമൊന്നുമില്ല. പക്ഷെ പുള്ളിയുടെ പ്രത്യേകത, പഴയ നിയമത്തിലെ കൊട്ടേഷനുകൾ ഈ മനുഷ്യന് ഭയങ്കരമായിട്ട് പുള്ളി എടുത്തുദ്ധരിക്കാൻ പുള്ളിക്കറിയാം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചിൽ വെച്ച് പറഞ്ഞതാണ്, ഈ മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പുള്ളി ഒരു കൊട്ടേഷൻ അവിടെ കൊണ്ടുവന്നു. 69ഉം 109ഉം സങ്കീർത്തനങ്ങളിൽ ദാവീദിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ച സംഭവങ്ങളുള്ള ബന്ധത്തിൽ അവിടെ ഉദ്ധരിച്ച 2 കൊട്ടേഷനുകളെ എടുത്തുദ്ധരിച്ച് ഒരു കൊട്ടേഷൻ ആക്കിക്കൊണ്ട് താൻ മത്തിയാസിന്റെ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവച്ചു. അത് പഴയ നിയമത്തിൽ ഒരു ഉദ്ധരണിയല്ല. ഹലോ, അത് പറയാൻ പോയ കിങ്ഡത്തിലേക്ക് കയറില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാത്തെ. അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുവനായി പോകട്ടെ, അവന്റെ സ്ഥാനം ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്ന ആ പദസമ്പത്ത്, ആ വാക്യം 2 സങ്കീർത്തനങ്ങളിൽ അടർത്തിയെടുത്തതാ. ആര് പഠിപ്പിച്ചു പുള്ളിനെ? ഏത് ബൈബിൾ സ്കൂളിൽ പോയി പുള്ളി പഠിച്ചു? ഈ സങ്കീർത്തനം പുള്ളി തന്നെ ഓർത്തിരുന്നു. അത്ഭുതം. പുള്ളിക്ക് ഇതൊന്നുമായിട്ട് ഒരു പിടുത്തമില്ല. പുള്ളിയുടെ പരിപാടി മീൻ പിടുത്തമല്ലേ. വേറെ ആരെങ്കിലും ഒക്കെ ഇത് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. അപ്പോൾ ഒന്ന്, ഇവരുടെ ചെറുപ്രായത്തിൽ ഇവരകത്ത് ഇവർ സിനഗോഗുകളിൽ വെച്ച് പഠിച്ച പഠനത്തിൽ ഇവരകത്ത് ഒരു ചിത്രമുണ്ട്. 2, പഠനത്തെക്കുളുപരിയായി അതത് സ്ഥലത്ത് എന്താണ് ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നതെന്ന്, ദൈവാത്മാവ് കണ്ടതെന്ന്, ദൈവാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി വ്യാഖ്യാനിക്കാൻ, കൃത്യമായി അത് വിഭജിക്കാൻ ദൈവാത്മാവ് പത്രോസിന്റെ മേൽ കൊടുത്ത കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരാമയും പറയാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് മമ്മിയോടെ സ്തോത്രം പറഞ്ഞേരെ. ഞാൻ അവന് ഉറപ്പോടെ പറയാൻ കാരണം, നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നവരാണെങ്കിൽ, നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏതു സാഹചര്യത്തിലും ഈ പുസ്തകത്തിനകത്ത് നിന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുമെന്നുള്ള കാര്യം മറക്കരുത്. ഇതിനകത്ത് ചരിത്രം ആരുടേതാകട്ടെ, സംഭവങ്ങൾ ഏതാകട്ടെ,
നിങ്ങൾ കടന്നുപോയ സാഹചര്യത്തിന് തത്തുല്യമായ സാഹചര്യത്തിലൂടെ പഴയ നിയമത്തിലെ പല ഭക്തന്മാർ കടന്നുപോയിട്ടുണ്ട്. അവരോട് അവിടെ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗങ്ങളിൽ വ്യാഖ്യാനാർത്ഥത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സംസാരിപ്പാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത്. എൻ്റെ ദൈവം എന്നും എന്നോട് സംസാരിക്കുന്നവനാണ്. ഒരാമേൻ അവൻ ഉറപ്പോടെ പറയാമെങ്കിൽ ശക്തിയോടെ ഒരാമേൻ പറഞ്ഞേര്. അവൻ നമ്മോട് സംസാരിക്കുന്നവനാണ്. അവൻ 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 പഠനമല്ല നോക്കുന്നത്, അവൻ നിങ്ങളുടെ കഴിവല്ല നോക്കുന്നത്, അവൻ നിങ്ങളുടെ പ്രാപ്തിയല്ല നോക്കുന്നത്. മുക്കുവനായ പത്രോസേ, നിനക്ക് പഴയ നിയമത്തിലെ ആഴമേറിയ സത്യങ്ങൾ വെളിപ്പാടായി തന്ന് നിന്നെ കൊണ്ടത് പ്രഖ്യാപിച്ച് ഞാൻ എന്റെ സഭയെ പണിയാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരാമേൻ ശക്തിയോടെ പറയാമെങ്കിൽ കർത്താവിന് പറഞ്ഞേരെ. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ നോക്കൂ, ആർക്കിത് പറയാൻ പറ്റും? ആർക്കിത് ഗ്രഹിക്കാൻ പറ്റും? യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഒന്നാമത്തെ അപ്പോസ്തലൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പത്രോസിനെ ഒറ്റ പ്രസംഗമാണ്. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ നമ്മുടെ പിതാവാം ദൈവം ഇപ്പോൾ കർത്താവും ക്രിസ്തുവാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമുണ്ട്. ഇത് വായിച്ചത് എത്രാമത്തെ വാക്യം വായിച്ചത്? രണ്ടാം അധ്യായത്തിലെ വായിച്ചത്. രണ്ടാം അധ്യായത്തിന്റെ നമുക്ക് കിങ്ഡത്തിലേക്ക് വരണം. നമുക്ക് വരെ പറഞ്ഞു നിന്നാൽ പറ്റുകയല്ലോ. ഇത് ഒരു ദിവസം കൊണ്ട് തീരുകയല്ല കേട്ടോ. കിങ്ഡം ഒരു ദിവസം കൊണ്ട് തീരുകയല്ല, ഒരാഴ്ച കൊണ്ട് തീരുകയല്ല. ഈ വർഷം തീരുന്നൊക്കെ നമുക്ക് കിങ്ഡം തീർക്കണം. കിങ്ഡം തീർക്കുകയല്ല, കിങ്ഡം നമുക്ക് അനുഭവിക്കണം. അതിനകത്ത് ഉള്ളറകൾ കൂടെ ആ കിങ്ഡം വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ, ഞാൻ പുറകിൽ വരാം, നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങും. വരാൻ നോക്കാം, അതിലേക്ക് വരാം. ഞാൻ പറയാം. 36 വാക്യം ഒന്നുകൂടെ വായിച്ചേ. 2:36 ഒന്നുകൂടെ വായിച്ചോ. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ നിശ്ചയമായിട്ട് അറിയണം, യേശു ക്രിസ്തുവിനെ പിതാവാം ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുകയാണ്. കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ട് പദങ്ങൾ, ഒന്ന് ക്രിസ്തു, രണ്ട് കർത്താവ്. ക്രിസ്തു ആരാണ്? ക്രിസ്തു എന്തിനുള്ള ബന്ധത്തിലാണ്? നമുക്കറിയാം, അബ്രഹാമിന്റെ സന്തതിയോടുള്ള ബന്ധത്തിലെ പദപ്രയോഗമാണ് ക്രിസ്തു. ക്രിസ്തു ഈസ് ഈക്വൽ ടു അനോയിന്റഡ് വൺ, ഈസ് ഈക്വൽ ടു മഷിക. അപ്പൊ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ അഭിഷക്തനായി ക്രിസ്തുവായി പിതാവാം ദൈവമാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ഈ ക്രിസ്തു മുഖാന്തരമാണ് ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത്. നിങ്ങൾ ക്രൂശിച്ചവൻ ഇപ്പോൾ സകല ജാതികളെയും അനുഗ്രഹിക്കുന്നവനായി സിംഹാസനത്തിലിരിക്കുന്നു. നിങ്ങളുടെ അകത്ത് കയറുന്നോ ഈ വെളിപ്പാട്? നിങ്ങൾ അവസാനിപ്പിച്ച ഈ യേശു, അവൻ അവസാനിച്ചില്ല. അവന്റെ പ്രത്യേകത ഇപ്പോൾ അവൻ സകല ജാതികൾക്കും അനുഗ്രഹമാണ്. നിങ്ങളുടെ പിതാവായ അബ്രഹാമിനോട് പറഞ്ഞില്ലേ, നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. നിങ്ങൾ അവസാനിപ്പിച്ചവൻ ഇപ്പോൾ അനുഗ്രഹമായി മാറി. അവൻ ഇപ്പോൾ ക്രിസ്തുവായി മാറി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളിൽ ക്രിസ്തു വളരുമ്പോൾ, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെട്ടു വരുമ്പോൾ, നിങ്ങളെയും അവസാനിപ്പിക്കുവാൻ പിശാച് പല പദ്ധതികളുമായി വരും. പക്ഷെ ശ്രദ്ധിക്കുക, അവസാനിപ്പിക്കാൻ വരുന്ന പൈശാചിക സാമ്രാജ്യം കാണുകയെ നിങ്ങളെ അവസാനിപ്പിക്കുകയല്ല, നിങ്ങളെ ക്രിസ്തുവാക്കി പൊസിഷനിലേക്ക് നിങ്ങളെ എടുത്തു തരിക്കുന്നവനാണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്. ആമേൻ, ആമേൻ. എന്റെ വിഷയം ഇന്ന് രാത്രി ക്രിസ്തു അല്ല, അനോയിന്റഡ് വൺ അല്ല, അതിനപ്പുറം സൺഷിപ്പിലേക്ക് എനിക്ക് വരണം, കിങ്ഷിപ്പിലേക്ക് എനിക്ക് വരണം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. പക്ഷെ ഇത് പത്രോസ് പറഞ്ഞപ്പോൾ പത്രോസ് അവിടെ ഒരു വാക്ക്, ഒരു വാചകം, ഒരു പദപ്രയോഗം, ഒരു വാക്യം എടുത്തു തിരിച്ചു. ശ്രദ്ധിക്കണം കേട്ടോ, വചനം പഠിക്കാൻ ടേസ്റ്റ് ഉള്ളവർ ശ്രദ്ധിക്കണം. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും ദിവസം കൂടെ നടന്നിട്ടും ഇന്ന് രാത്രി ഇത്രയും പേര് വന്നതിനായി ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചത് പകുതി പേരുണ്ടാകുന്നത് ഞാൻ വിചാരിച്ചത്. ഓക്കെ, ഒരു 3-4 പേര് മാത്രമാണ് കുറഞ്ഞിട്ടുള്ളൂ. അവർ അറിയാതിരുന്നുകൊണ്ടായിരിക്കാം. ഓക്കെ, നമ്മളെടുത്ത് ആ വാക്യത്തിലേക്ക് തന്നെ വന്നേ. നിങ്ങൾ അവന്റെ 2-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിലേക്ക് വന്നേ. 2-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. അല്ലല്ല, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. ഇനി അവന്റെ 32-33 വാക്യം വായിച്ചോ. 32-33 വാക്യങ്ങൾ. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്തു,
പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. ആ. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അടുത്ത ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ, എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. 30-ാം വാക്യം മുതൽ 36-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദാവീദിനോട് ബന്ധത്തിൽ പറഞ്ഞ പ്രവചനത്തെ ദൈവാത്മാവ് അരക്കിട്ടുറപ്പിക്കുകയാണ്. നിന്റെ ഫലത്തിൽ, നിന്റെ കടിപ്രദേശത്ത് നിന്ന് ഒരുത്തിനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തും. അപ്പൊ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് ദാവീദിനോട് പറഞ്ഞ കവനന്റിന്റെ നിവർത്തിയാണ് യേശുവിന്റെ ഉയർപ്പിൽ നടന്നത്. ഇത് പത്രോച്ചൻ എന്നെ രസമായിട്ട് അവതരിപ്പിക്കുന്നേ. പത്രോച്ചൻ പറയുകയാണ്, യേശുവിനെ ദൈവം പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടില്ല, അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റിന് ഞങ്ങൾ സാക്ഷികളാണ്. എന്നിട്ടോ അവൻ പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് സ്വർഗാരോഹണം ചെയ്തു. ഇപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് അവൻ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. എങ്ങനെ? കർത്താവും ക്രിസ്തുവുമായിട്ട്. ഇതിലൂടെ പത്രോസ് എന്താണ് സ്ഥാപിക്കുന്നത്? പത്രോസ് സ്ഥാപിക്കുന്നത് ഇത് ദാവീദിനോട് ചെയ്ത ഉടമ്പടിയുടെ നിവർത്തിയാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. യേശുവിന്റെ സ്വർഗാരോഹണം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും യേശുവിന്റെ സ്വർഗാരോഹണവും ദാവീദിനോട് ചെയ്ത ഉടമ്പടിയുടെ നിവർത്തിയാണ്. ഇപ്പോൾ ഒരു ക്ലിയർ ചിത്രം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ ചിന്തിക്കുന്നു. ബേസ് ആയിട്ട് ഒന്നുകൊണ്ട് ഞാൻ പറയുന്നു, യേശുക്രിസ്തുവിന്റെ ജനനം അബ്രഹാമ്യ കവനന്റിന്റെ നിവർത്തിയാണ്. യേശുക്രിസ്തുവിന്റെ മരണം പുതിയ ഉടമ്പടിയുടെ നിവർത്തിയാണ്. പുതിയ ഉടമ്പടിയുടെ പ്രഖ്യാപനമാണ്, നിവർത്തിയാണ്. പുതിയ ഉടമ്പടി പിതാവും പുത്രനും കൂടിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഇസ്രായേൽ രഹത്തോടാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം ദാവീദിയ ഉടമ്പടിയുടെ നിവർത്തിയാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ ഒരാള് മൈക്ക് ഓൺ ചെയ്ത് മനസ്സിലായി എന്ന് പറയുക, അല്ലെങ്കിൽ പാസ്റ്റർ ഒന്നും കൂടെ ഇന്ന ഭാഗം പറയണമെന്ന് പറയുക, എന്നിട്ട് വേണം അടുത്തേക്ക് പോകാൻ. പുതിയ ഉടമ്പടി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോറി, പുതിയ ഉടമ്പടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എബ്രഹാമിന്റെയും ഡേവിഡിന്റെയും മനസ്സിലായി, പക്ഷെ പുതിയ ഉടമ്പടി യേശുക്രിസ്തു കാൽവറിയിൽ സ്ഥാപിച്ചതാണ് പുതിയ ഉടമ്പടി. പുതിയ ഉടമ്പടിയെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, പിതാവാൻ ദൈവം പറഞ്ഞത് യെരമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായം, 33-ാം അധ്യായം, എഹെസ്കേൽ 36, ആവർത്തന പുസ്തകത്തിന്റെ സമാപന അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളിലൂടെ പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തോട് ഒരു പുതിയ ഉടമ്പടി, ഇസ്രായേൽ ജനത്തോട് പുതിയ ഉടമ്പടി ചെയ്യുന്ന കാലം വരും. ഞാൻ അവരുടെ സകല പാപങ്ങളെയും മായ്ച്ചു കളയും. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരെ ഉള്ളിലാക്കി ഞാൻ അവരെ എൻ്റെ ചട്ടങ്ങളിൽ നടത്തും. സകലരും, ആബാലവൃന്ദം സകലരും എന്നെ അറിയും. 3 പ്രധാനപ്പെട്ട വാക്തത്വങ്ങളാണ് ന്യൂ കവനന്റിന്റെ അകത്തുള്ളത്. ആ ന്യൂ കവനന്റ് കർത്താവ് പ്രഖ്യാപിച്ചത് യേശുക്രിസ്തു മരിച്ച അന്ന് രാത്രി, അല്ലെങ്കിൽ തലേ ദിവസം രാത്രി പെസഹ നടത്തിയപ്പോൾ പെസഹയുടെ പാനപാത്രം എടുത്തുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ പുതിയ ഉടമ്പടിയാണ്, എൻ്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു, ന്യൂ കവനന്റ് ആകുന്നു. ന്യൂ കവനന്റ് യേശുക്രിസ്തു സ്ഥാപിച്ച അന്ന് രാത്രി കർത്താവോട് പറഞ്ഞു, എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് രാജ്യം നിയമിച്ചു തരുന്നു. കണ്ടോ? അപ്പോൾ ഒരു രാജ്യത്തിന്റെ കേന്ദ്രമാരാണ്? രാജാവാണ്. രാജാവില്ലാതെ രാജ്യമില്ല. അപ്പൊ ആ രാജാവ് തൻ്റെ ശരീരരക്തങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട്
താൻ അവരിലേക്ക് അത് കൈമാറുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന്റെ ഉള്ളിൽ ജീവനുണ്ട്. അർത്ഥാൽ അവരെ തന്നെ അവരിലേക്ക് കൈമാറുകയാണ്. ആരെ? രാജാവിനെ. രാജാവിനെ കൈമാറിയാൽ കൂട്ടത്തിൽ എന്തുകൊണ്ട്? രാജ്യമുണ്ട്. അതാ പറഞ്ഞു, എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് രാജ്യം നിയമിച്ചു തരുന്നു. ഞാൻ കിങ്ഡം അപ്പോയിന്റഡ് നടത്തുന്നു. അപ്പൊ സത്യത്തിൽ നമ്മൾ കത്രിമേശ നടത്തുമ്പോൾ, ഞാൻ അടുത്തൊരു സെക്ഷനിൽ കത്രിമേശ അതാ ചെയ്യാൻ പോകുന്നത്, ആ ഭാഗം എടുക്കാൻ പോകുന്നത്. ഇപ്പൊ ന്യൂ കവനന്റിൽ കർത്താവിന്റെ മേശ അത് വെറും അപ്പവീഞ്ഞുകൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഭക്ഷിക്കുന്നത് മാത്രമല്ല, യേശു മരിച്ച വിധം പറയുന്നത് മാത്രമല്ല, അവന്റെ ജീവന്റെ കൈമാറ്റം നമ്മളിലേക്ക് സംഭവിക്കുന്നതാണ്. അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നതാണ്. അവന്റെ മരണത്തെ പ്രഖ്യാപിച്ചപ്പോൾ വാഴ്ചകളും അധികാരങ്ങളും കീഴടങ്ങി, സകലവനെയും ആയുധവർഗം വെപ്പിച്ചു. ഈ കത്രിമേശം നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ സഭകളിൽ നിങ്ങൾ രംഗത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഭക്ഷിക്കാതെ തന്നെ അവിടെ ഒരു പ്രഖ്യാപനം നടക്കുക. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ യേശുവിന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നതാണ് കത്രിമേശ. ഇത് കണ്ടാൽ, വെളിപ്പാടുള്ളവൻ കത്രിമേശ മടത്തുന്നത് കണ്ടാൽ വിചാരിന് പേടിയാ. ഉണ്ടോ? എന്റെ കൂടെ ആമീൻ പറഞ്ഞു വരാൻ പറ്റുന്നുണ്ടോ? 1-ാം നൂറ്റാണ്ടിൽ എന്തുകൊണ്ട് ഇന്ന് നമുക്ക് എന്തിനാ കുറവുള്ളത്? സഭകൾക്ക് കുറവുണ്ടോ? പാസ്റ്റേഴ്സിന് കുറവുണ്ടോ? അസിസ്റ്റന്റ് പാസ്റ്റേഴ്സിന് കുറവുണ്ടോ? ചർച്ചുകൾക്ക് കുറവുണ്ട്. എന്നെ സൗകര്യങ്ങളാ ഉള്ളേ. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്ന 1-ാം നൂറ്റാണ്ടിൽ നടന്ന അത്ഭുതങ്ങൾ പ്രത്യക്ഷത്തിൽ നടക്കുന്ന സഭകൾ എവിടെയുണ്ട്? പ്രത്യക്ഷത്തിൽ തെരുക്കോണുകളിൽ രോഗികളെ സൗഖ്യമാക്കുന്ന അഭിഷിക്തന്മാർ എത്ര പേരുണ്ട്? നിങ്ങൾ എന്റെ കൂടെ വരണം കേട്ടോ. ഞാൻ വിമർശനാത്മാവിലല്ല പറയുന്നത്. അടുത്തൊരു തലമുറയെ ഈ വെളിപ്പാടിൽ പണിത് റോട്ടിലിറക്കി നിർത്താനെന്ന് പറയുന്നത്. ഇല്ലെന്ന് പറഞ്ഞ് എല്ലാവരെയും വിമർശിക്കാനല്ല ഞാനിത് പറയുന്നത്. എന്നിൽ വിമർശനമില്ല. പക്ഷേ എവിടെ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ മഹിമ? എവിടെ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ശക്തി? അപ്പം സിസ്റ്റർ ചോദിച്ച ചോദ്യം, അവർ കവനന്റിന്റെ വെളിപ്പാട് ജീവിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വേറെ ഭാഗത്തേക്ക് പോയി. ഇല്ല ഇത് തന്നെ. അപ്പോൾ എന്താണ് പുതിയ ഉടമ്പടി? പുതിയ ഉടമ്പടി യേശു ക്രിസ്തു പിതാവും പുത്രനും കൂടെ പുത്രനിലൂടെ ഇസ്രായേലകത്തോട് ചെയ്തതാണ് പുതിയ ഉടമ്പടി. ഗ്രേമ സിസ്റ്റർ അത് മനസ്സിലായോ? ഇനി വിശദീകരിക്കണോ? ഗ്രേമ സിസ്റ്റർ മനസ്സിലായി പാസ്റ്റർ, മനസ്സിലായി. അല്ല, എന്താ അവിടെ ഡൗട്ട് വന്നേ? അത് മരണത്തിൽ കൂടെയാണെന്ന് പറഞ്ഞപ്പോൾ അത് പാസ്റ്റർ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ആ മരിക്കാൻ പോകുന്നതിന് മുന്നേ ലോർഡ്സ് ടേബിൾ എടുത്തപ്പം കൈമാറ്റം, അതായിരുന്നു, ആ ഭാഗമായിരുന്നു മനസ്സിലാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് ഇത് ഭക്ഷിക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് ഭയങ്കര ഗ്ലോറിയുണ്ട്. ഇതിനകത്ത് അവന്റെ ശരീരരക്തങ്ങൾ, അവന്റെ ജീവൻ നമ്മിലേക്ക് കൈമാറുന്നുണ്ട്. ഇത് അനുഗ്രഹപാത്രമാണ്. ഇപ്പൊ ഞാൻ കത്രിമേശയിലേക്ക് പോകും. ഇനി പൗലോസ് പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ അവർ കിങ്ഡം നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ചാണ് കേട്ടോ. അയ്യോ, അവരുടെ ആരാധന കാണണം, അവരുടെ വചനത്തോടുള്ള പ്രതികരണം കാണണം. ഷോ. അപ്പോൾ അവിടെ അവിടെ കർത്താവിൻ്റെ മേശ എടുത്തൊരു സെക്ഷൻ വന്നു. അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോകാം, തിരിച്ചിങ്ങോട്ട് വരാം. അതിന് മുമ്പ് ഇതൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ അവിടെ കർത്താവിൻ്റെ മേശ എടുത്തപ്പം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തോടെ വായിച്ചത്, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല, പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഉണ്ടാക്കും. അങ്ങനെ വാക്യമില്ല അവിടെ? 1 കൊരിന്ത്യർ അങ്ങനെ 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അപ്പൊ നാട്ടുകാർക്ക് വരാത്ത കാര്യം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല. ഇന്ത്യയിൽ ആർക്കും വരാത്ത നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല.
കേരളത്തിൽ ആർക്കും വരാത്ത നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല. പക്ഷെ അവർക്ക് വന്നത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ പ്രത്യേകത, നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയോടുകൂടെ പോക്ക് വഴിയുണ്ട്. അതിനൊരു ഹിന്ദി വാക്കുണ്ട്, ആ വാക്ക് ഞാൻ മറന്നുപോയി. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും അറിയാമോ? ഈ പോക്ക് വഴി ഉണ്ടെന്നുള്ളതിന് ഹിന്ദി ബൈബിൾ എഴുതിയിരിക്കുന്ന എന്തോ ഒരു നിക്കൽ രഹാഗയോ എന്തൊരു പദമുണ്ട്, ഞാൻ മറന്നുപോയി. എന്തൊരു വാക്കുണ്ട്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വാക്ക് ഏതാന്ന് ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ ഇട്ടിരുന്നു. അതായത് അതിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരും. ഈ പോക്ക് വഴി എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ ഏതാണ്ട് നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന ഈ ഊടുവഴി പോലെ തോന്നുക പോക്ക് വഴി എന്ന് പറയുമ്പോൾ. പക്ഷേ പോക്ക് വഴിയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് നികാസ്കരോ. പാർസി പദം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ അതിന്റെ അർത്ഥം ചോദിച്ചു. നികാസ്കരോ എന്താന്ന്? അവരെ പുറത്തു കൊണ്ടുവരുന്നു. നീ കടന്നു പോകുന്ന നാട്ടുകാരനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നിനക്ക് വിശ്വസ്തനായ ദൈവമുണ്ട്. നിന്നെ പുറത്തു കൊണ്ടുവരുവാനായി നിനക്ക് വിശ്വസ്തനായ ദൈവമുണ്ട്. ആ ദൈവം അതിനുവേണ്ടി സ്ഥാപിച്ചതാണ് പുതിയ ഉടമ്പടി. നീ കടന്നു പോകുന്ന പരീക്ഷയ്ക്കകത്ത്, നീ കടന്നു പോകുന്ന ടെസ്റ്റിനകത്ത് നീ കിടക്കുകയല്ല. അതുകൊണ്ട് നീ അവസാനിക്കുകയല്ല. ദൈവം നിന്നെ എന്താ ഞാൻ പറഞ്ഞേ? നികാസ്കരേഖ. അത് തന്നെ സാധനം. അവന് നമുക്ക് ഞായറാഴ്ച കർത്തൃമേശം നടത്തുമ്പോൾ നമുക്ക് TPT പരിഭാഷയൊക്കെ എടുത്തു വെച്ച് നമുക്ക് ധ്യാനിക്കാം കേട്ടോ. നമുക്ക് അവിടേക്ക് വരാം. നികാസ്കരേഖ. ദൈവം നിങ്ങൾ കടന്നു പോകുന്ന സകല സാഹചര്യത്തിൽ നിന്നും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ രോഗത്തിനകത്ത് കിടക്കുകയല്ല. നിങ്ങൾ സാമ്പത്തിക തകർച്ചയ്ക്കകത്ത് കിടക്കുകയല്ല. നിങ്ങൾ പാപത്തിനകത്ത് കിടക്കുകയല്ല. കിടക്കാൻ പറ്റുകയല്ല. നാട്ടുകാർക്കെല്ലാം വരുന്നത് നിന്റെ വീട്ടിൽ വന്ന് അതുകൊണ്ട് നീ അവസാനിപ്പിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. നാട്ടുകാർക്ക് വന്ന് നിന്റെ വീട്ടിൽ, പക്ഷെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ വിശ്വസ്തനായൊരു അപ്പം നിനക്കുണ്ട്. അപ്പൊ ഇത് പറഞ്ഞിട്ട്, അതായത് 13-ാം വാക്യം പറഞ്ഞിട്ട് പൗലോസ് 14-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അതുകൊണ്ട് അല്ലേ? അങ്ങനെയല്ലേ? അതുകൊണ്ട് പ്രിയന്മാരെ, അതുകൊണ്ട് ഏതുകൊണ്ട്? പരീക്ഷയോടുകൂടെ പോകും. നിങ്ങൾക്കൊരു വഴിയുണ്ട്. നിങ്ങളെ അവൻ പുറത്തു കൊണ്ടുവരും. നികാസ്കരേഖ. ആ വാക്ക് പറയാൻ തോന്നുള്ളൂ ഇപ്പൊ. നിങ്ങളെ അവൻ പുറത്തു. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവർ, നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കും. ധൈര്യമുണ്ട് അവൻ ആമേൻ പറയാനായിട്ട്. ഇന്ന് രാത്രി സന്ദേശം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം കൊണ്ടുകൊണ്ടിരിക്കുന്ന 50 കുടുംബങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് ഞാൻ ഉറപ്പോടെ പറയുന്നു, നിങ്ങളുടെ കുടുംബം കടന്നു പോകുന്ന ഏതിന്റെ നടുവിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. നിങ്ങൾ അവൻ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ പുറത്തു വരും. മനുഷ്യർക്ക് വരാത്ത പരീക്ഷ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ കൊച്ചിൽ ലോൺ അടിച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാരെ കൊച്ചുങ്ങൾക്ക് ലോൺ അടയ്ക്കാത്തവരുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വാടക പ്രശ്നം ഉണ്ടെങ്കിൽ നാട്ടുകാരുടെ വീട്ടിൽ വാടക പ്രശ്നമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ നാട്ടുകാരുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ നാട്ടിലെല്ലായിടത്തും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഉറപ്പ്, നിങ്ങൾക്ക് വരാനൊരു സ്ഥലമുണ്ട്. ഓ റാഫാന ഷസ്കന. നിങ്ങളുടെ പരിഹാരത്തിന് ദൈവം വെച്ചൊരു പൊസിഷൻ ഉണ്ട്. ഓ ഷസ്കന. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സിസ്റ്റർ വായിച്ചേ. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവീൻ. അപ്പൊ അവരെന്താ ചെയ്തത്? കൊരിന്തിലുള്ള ജനം, അവർക്കൊരു പ്രശ്നം വന്നാൽ അവർ ഓടുന്നത് വിഗ്രഹത്തിന്റെ അടുക്കിലേക്കാണ്. അവരെ ആശ്രയം വിഗ്രഹമാണ്. വിഗ്രഹത്തിന്റെ അടുക്കൽ ചെന്ന് വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നു, വിഗ്രഹത്തിന് പൂജ ചെയ്യുന്നു, കർമ്മം. ആ പശ്ചാത്തലമാണ് അവരകത്തുള്ളത്. അതുകൊണ്ട് പ്രിയന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിഗ്രഹാരാധന വിട്ടോടി. നിങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് വിട്ടോടി. നിങ്ങൾ എവിടേക്ക് വരണം? നിങ്ങൾ കർത്താവിന്റെ മേശയിലേക്ക് വരണം. നിങ്ങൾ ദൈവത്തെക്കാൾ അധികമായി മറ്റാരെയും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ മറ്റാരെയെങ്കിലും ദൈവത്തെക്കാൾ അധികമായി ആശ്രയിക്കുന്നെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ വിഗ്രഹം. എല്ലാവരും തലകുമ്പിട്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ അവസ്ഥകൾക്ക് പരിഹാരമായി നിങ്ങൾ ആരെയാണ് ആശ്രയിക്കുന്നത്? വിഗ്രഹാരാധന വിട്ടോടി. അടുത്ത വാക്യം വായിച്ച്. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ.
നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പൊ നോക്കിയേ, പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടെന്ന് പറഞ്ഞിട്ട്, നിങ്ങളെ നികാസ്കരേഖ എന്ന് പറഞ്ഞിട്ട്, നിങ്ങളെ പുറത്തെടുക്കുമെന്ന് പറഞ്ഞിട്ട് എവിടേക്കാ കൊണ്ടുപോകുന്നേ? എവിടേക്കാ കൊണ്ടുപോകുന്നേ? ഓ, മിണ്ടുന്നില്ല നിങ്ങൾ ആരെങ്കിലും ഒന്നുമായി. നിങ്ങളെ കൊണ്ടുപോകുന്നത് കർത്തൃമേശയിലേക്കാണ്. നിങ്ങളെ കൊണ്ടുപോകുന്നത് ന്യൂ കവനന്റിലേക്കാണ്. എന്നിട്ട് ഈ ന്യൂ കവനന്റ് ഈ അപ്പം മുറിച്ച് തിന്നുമ്പോൾ ഇവരിങ്ങനെ ഈ കൊരുത് സഭയ്ക്കകത്തൊക്കെ ഇങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൗലോസ് പറഞ്ഞു, അങ്ങനെയല്ലട മക്കളെ ഇത്. നിങ്ങൾ ഈ കർത്താവിന്റെ മേശ ഭക്ഷിക്കുമ്പോഴേ, കവനന്റ് മീൽ ഭക്ഷിക്കുമ്പോഴേ, പൗലോസ് പറയാണ്, അവിടെ പറയാണ്, ഒന്ന് ഈ 2 ഉദാഹരണം പൗലോസ് പറയുന്നുണ്ട്. ഒന്ന്, ഈ ഇസ്രായേൽ മക്കൾ, ഞാൻ ദാവീദ് കവനന്റിൽ നിന്ന് പോയി കേട്ടോ, വരാം അങ്ങോട്ട് വരാം കിങ്ഡത്തിന്ന് പോയി. സാരമില്ല, നാളെ പകൽ കിങ്ഡം എടുക്കാൻ പോണേ, നാളെ പകൽ മിസ് ചെയ്യണ്ട കേട്ടോ. ഇത് നമ്മളങ്ങ് തുറക്കും, നാളെ പകല് ഉറപ്പായിട്ട് തുറക്കും. കിങ്ഡം മഹത്വത്തോടെ തുറന്നു വരും. ഓക്കെ, ഞാനത് അനുഭവിച്ചിട്ട് വരിക. ഞാൻ അതുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് വന്ന ഉടൻ തന്നെ മീറ്റിങ്ങിൽ ഈ വിഷയം എടുത്തിട്ട് കയറിയത്. ഓക്കെ, ഞാനൊരു പശ്ചാത്തലമൊക്കെ നാളെ പറയാം. അപ്പം ഇവിടെ പൗലോസ് പറയുകയാണ്, ഇസ്രായേൽ മക്കൾ യാഗം ഭക്ഷിക്കുമ്പോൾ അവർ യാഗപീഠത്തിന്റെ അവകാശികളാണ്. ജാതികൾ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുമ്പോൾ അവർ ഭൂതങ്ങളുടെ മേശിൽ പങ്കാളി. അവർ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുമ്പോൾ അവർ ഭൂതങ്ങളുടെ മേശിൽ പങ്കാളികളാകുകയാണ്. അപ്പൊ 2 കൂട്ട വിഭാഗങ്ങളെ രംഗത്ത് കൊണ്ടുവരുന്നു. 2 കൂട്ടരും, ഒരു കൂട്ടർ യാഗം ഭക്ഷിക്കുന്നു, മറ്റു കൂട്ടർ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആൾക്കാർ ഛർദ്ദിക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ ഇടയിൽ? ഹലോ, ഛർദ്ദിപ്പിക്കണ്ട ഈ കൈവശങ്ങളൊക്കെ കഴിച്ച്. ഓ ഇല്ല, നിങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല, വേണ്ട, സാരമില്ല. കൈവശം ഛർദ്ദിപ്പിക്കാനൊന്നും പോണ്ട കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ പോയാൽ മതി. ഇല്ലാത്തൊന്നും സോപ്പിട്ടോ അല്ലെങ്കിൽ എണ്ണ കുടിപ്പിച്ചോ ഒന്നും ഛർദ്ദിപ്പിക്കണ്ടേ, ഉള്ളത് പൊക്കോട്ടെ എന്തെങ്കിലും. ഓക്കെ, ഞാൻ അങ്ങോട്ടും പോകുന്നില്ല. അപ്പം ഇത് കാരണം എന്താണ്? വിഗ്രഹാർപ്പിതമായൊരു വസ്തു നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ സ്തോത്രം ചെയ്ത് ഭക്ഷിക്കുന്നില്ലെങ്കിൽ അതിനകത്തൂടെ നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പിണങ്ങിയോ? ഓക്കെ. അപ്പൊ ഇതുപോലെ ഇസ്രായേൽ മക്കൾ യാഗമർപ്പിക്കുമ്പോൾ അവരിലേക്ക് പ്രവേശിക്കുന്ന യാഗപീഠത്തിന്റെ അവകാശമുണ്ട്. എന്നിട്ട് പറയാം, നിങ്ങൾ കവനന്റ് ഭക്ഷിക്കുമ്പോൾ, കവനന്റ് മീല് ഭക്ഷിക്കുമ്പോൾ ഇതിലൂടെ നിങ്ങൾ ബ്ലെസ്സഡ് ആയി മാറും. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ഇത് കർത്താവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. അവന്റെ ജീവൻ തുറക്കുകയാണ്. അപ്പൊ ന്യൂ കവനന്റിലൂടെ ഒന്ന്, നിങ്ങൾ ബ്ലെസ്സഡ് ആയി മാറും. 2, അവനെ നിങ്ങളിലേക്ക് കൈമാറും. രാജ്യത്തിന്റെ കൈമാറ്റം നടക്കും. നിങ്ങൾ അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. അവന്റെ മരണത്താൽ പൈശാചിക സാമ്രാജ്യത്തിന്റെ സകല സ്വാധീനതകളും നിങ്ങളുടെ ഭവനത്തിൽ അഴിഞ്ഞു മാറുന്നു. തുറക്കുന്ന ജീവനിലൂടെ നിങ്ങൾ പുതിയ സൃഷ്ടിപ്പുകൾ നടത്താൻ, പുതിയ വളർച്ചകളിലേക്ക് വളരാൻ നിങ്ങൾ പ്രാപ്തന്മാരായി മാറുന്നു. ന്യൂ കവനന്റ് അത്ര മഹത്വകരമേറിയതാണ്. ഓക്കെ, ഇത് യേശുവിന്റെ മരണത്തിലാണ് സംഭവിച്ചത്. ഗ്രേമ സിസ്റ്റർ ചോദിച്ചുകൊണ്ട് ഞാൻ ഇത്രയും വിശദമായിട്ട് കാര്യം പറഞ്ഞത് ക്ലിയർ ആയെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഗ്രേമ സിസ്റ്റർ മനസ്സിലായി പാസ്റ്റർ? ഓക്കെ. അപ്പം യേശുക്രിസ്തുവിന്റെ മരണത്തിലാണ് ന്യൂ കവനന്റ് സ്ഥാപിച്ചത്. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിലാണ് ദാവീദ് ഉടമ്പടി നിവർത്തിച്ചത്. അപ്പൊ എന്താ ദാവീദ് ഉടമ്പടി? എന്താണ്? അവിടെയാണ് കിങ്ഡം കിടക്കുന്നത്. അവിടെയാണ് നമ്മൾ കിങ്ഡത്തിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ എടുക്കൂ 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം, അതുപോലെ സങ്കീർത്തനം 89. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതലൊന്ന് വായിക്കാമോ? 9-ാം വാക്യം വായിച്ചു. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. ഞാൻ എന്റെ ജനമായ ഇസ്രയേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം. നമ്മള് സിസ്റ്ററെ 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാലാണ് നിങ്ങൾക്ക് ദാവീദ്യ കവനന്റിനെ കുറിച്ചുള്ള ഒരു ചിത്രം നിങ്ങളുടെ അകത്ത് കിട്ടുന്നത്.
ദാവീദ് ഉടമ്പടിയുടെ പ്രത്യേകത, ഇത് പഴയ ഉടമ്പടിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഭക്തനായിരുന്നു ദാവീദ്. ഈ ദാവീദിന്റെ പ്രത്യേകത, ദാവീദ് ഇവൻ കാട്ടിൽ എല്ലാവരും തള്ളപ്പെട്ടവനാണ്, ആർക്കും വേണ്ടാത്തവനാണ്. കേൾക്കുമുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സമൂഹം, ഏതെല്ലാമോ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, നിങ്ങളെ തള്ളുമ്പോൾ, നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ, ദാവീദ് അവിടെ എഴുന്നേറ്റ് എന്ന് പറയും, നിങ്ങൾ ഭാരപ്പെടണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരും തള്ളിയോ? പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് മാതൃകയാണ്. എല്ലാം അവസാനിക്കുമ്പോൾ, എല്ലാം എതിരാകുമ്പോൾ, എല്ലാം തകരുമ്പോൾ, ആർക്കും വേണ്ടാവാകുമ്പോൾ, ദാവീദ് പറയും, ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയമുണ്ടോ? ദൈവത്തെ ആരാധിക്കുന്ന ഹൃദയമുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയമുണ്ടോ? ദൈവത്തെ ബഹുമാനിക്കുന്ന ഹൃദയമുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് എരിവുള്ള ഒരു ഹൃദയം നിങ്ങളുടെ അകത്തുണ്ടോ? ദാവീദ് നിയമത്തിന്റെ മൂടുപടത്തിൽ കൂടെയല്ല, ദാവീദ് കൃപയുടെ മഹിമയിലൂടെ അവൻ ദൈവത്തെ കണ്ടവനാണ്. ഞാൻ ആ പദം, ആ ക്യാപ്ഷൻ എന്നും കൂടെ പറയാം. ദാവീദ് നിയമത്തിന്റെ കണ്ണിൽ കൂടെയല്ല, ദാവീദ് കണ്ട ദൈവം കൃപയുടെ ദൈവമാണ്. ഞാൻ ആ പദം ഒന്നുകൂടെ പറയാം. ദാവീദ് ദൈവത്തെ കണ്ടത് നിയമത്തിന്റെ കണ്ണിലൂടെയല്ല. നിയമം പറയുന്നു പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദാവീദ് പറയുന്നു ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ദാവീദ് ദൈവത്തിന്റെ കരുണയുടെ വലിപ്പം കണ്ടവനാണ്. ദാവീദ് നിയമത്തിൽ കൂടെയല്ല ദൈവത്തെ കണ്ടത്. ദാവീദ് ദൈവത്തെ കണ്ടത് സ്നേഹത്തിൽ കൂടെയാണ്. ദാവീദ് ദൈവത്തെ കണ്ടത് വിശ്വാസത്തിലൂടെയാണ്. ദാവീദ് ദൈവത്തെ കണ്ടത് ദാവീദ് പറഞ്ഞില്ലേ, ദൈവം പറഞ്ഞില്ലേ, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദ് എന്ന്. ദാവീദോ, ഈ ദൈവം പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഈ ഞാൻ കഴിഞ്ഞ ദിവസം മോശയെ കുറിച്ച് ചിന്തിച്ചേ. ഭൂലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യനാരാ? ഭൂലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യനാരാ? ബൈബിൾ പറഞ്ഞ വാക്ക് മോശ. പക്ഷെ ഈ പുള്ളിയാണ് ചൂടായിട്ട് വടിയെടുത്ത് പാറ അടിച്ചത്. ഈ ഇസ്രായേൽ മക്കൾ പിറുപിറുത്തപ്പോൾ ദേഷ്യം വന്ന് വടിയെടുത്ത് പാറ അടിച്ചയാളാരാ? കോപിച്ചയാളാരാ? നാം കോപിച്ച മോശയെ കണ്ടു. തമ്പുരാൻ പറഞ്ഞു, ഞാൻ നോക്കുമ്പോൾ അവൻ സൗമ്യനാ. കാരണം തമ്പുരാൻ ഇവരൊക്കെ കൂടുതൽ കോപിച്ചിട്ടുണ്ട്. തമ്പുരാൻ പറഞ്ഞു, എന്നെ വിടറാ, ഇപ്പൊ ഞാൻ പോയി എല്ലാറ്റിനും അവസാനിപ്പിച്ചുതരാം. അപ്പൊ നാം നോക്കുന്ന പോലെ അല്ല ദൈവം നോക്കുന്നേ. നാം നോക്കുമ്പോൾ മോശയെ പോലെ കോപിഷ്ഠനായ വ്യക്തി ഏറെയില്ല. പക്ഷെ തമ്പുരാൻ പറയും, അവൻ ഭൂമിയിലുള്ള സകല മനുഷ്യരിലും വെച്ച് സൗമ്യനാണ്. ഇനി നിങ്ങൾ ദാവീദിനെ നോക്കിയേ. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയെ, ഊരിയാവിനെ ചതിച്ചു കൊന്നവൻ, ഊരിയാവിന്റെ ഭാര്യയെ വ്യഭിചരിച്ചവൻ. കേൾക്കുമ്പോഴോ നിങ്ങൾ? പ്രധാനപ്പെട്ട പല കൽപ്പനകൾ തെറ്റിച്ച ദാവീദിനെ നോക്കിക്കൊണ്ട് തമ്പുരാൻ പറയുകയാണ്, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. കർത്താവേ കൃപ. നിങ്ങൾക്ക് മനോജ് ബ്രദർ ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? മനോജ് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? ഈ മാനുഷിക വീക്ഷണത്തിൽ ദാവീദാര കൊലപാതകനാണ്, ദാവീദാര വ്യഭിചാരിയാണ്. തമ്പുരാൻ പറയാ, അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെന്ന്, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പറഞ്ഞവനാണെന്ന്. നമ്മൾ നോക്കുന്നത് ദാവീദിന്റെ സ്വഭാവമാണ്, പുറത്തു വന്ന പ്രകൃതിയാണ് നാം നോക്കുന്നത്. ദൈവം നോക്കുന്ന അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനമാണ്, അവന്റെ ഹൃദയത്തിന്റെ ഊപ്പുകളാണ് ദൈവം നോക്കുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? ദാവീദ് കവനന്റിലേക്ക് വരിക. അപ്പൊ ഈ ദാവീദ് നമ്മളാണെങ്കിൽ നമുക്ക് നല്ലൊരു വീടും കൊട്ടാരം കൂട്ടി നമ്മൾ എന്തോ ഒരു ഹൗസ് കുറെ കാലമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ആശ്വാസമായി, ഒരു 5 നില വീട് കിട്ടി, ആ വീടിനകത്ത് പണിയാനുള്ള ആൾക്കാരെ കിട്ടി, എല്ലാം സെറ്റിൽഡായി. കർത്താവേ എല്ലാറ്റിനും നന്ദി. ദാവീദ് പറഞ്ഞു, പറ്റുകയില്ല ദൈവമേ. ദാവീദ് പറഞ്ഞു, ഞാൻ അരമനയിൽ വസിക്കുന്നു. യഹോവ ചുറ്റുമുള്ള ശത്രുക്കളെ അടക്കി രാജാവിന് സ്വസ്ഥവലിക്ക് ശേഷം രാജാവ് തന്നെ അരമനയിൽ വസിക്കുന്ന കാലത്ത് ദാവീദ് പറയുകയാണ്, എന്റെ ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലക്കകത്താണ്.
അതിനൊരു ആലയം വേണം. കണ്ടോ, നമ്മളെല്ലാം നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ദാവീദ് പറയുകയാണ്, ഞാൻ എന്നെ കുറിച്ചല്ല, എനിക്ക് ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവെന്നെ തിന്നു കളയുകയാണ്. അവൻ പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ പെട്ടകം അത് തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നു, ഞാൻ കൊട്ടാരത്തിൽ, ദൈവം മൂടുപടത്തിനകത്ത്, ഞാൻ കൊട്ടാരത്തിൽ നടക്കുകയല്ലോ. അവന്റെ കൊച്ചു ഹൃദയം വേദനയാൽ വിതുമ്പാൻ തുടങ്ങി. അവനത് ദൈവത്തോട് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ഇവൻ ദൈവത്തിനൊരു ആലയം പണിയണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം അവന്റെ അടുക്കൽ വന്ന് ചെയ്ത ഉടമ്പടിയാണ് ദാവീദ് കവനന്റ്. കേൾക്കുന്നുണ്ടോ? ഒരൊറ്റ ചിന്ത ഒരു ഉടമ്പടി ഉണ്ടാക്കി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നല്ല വല്ല ചിന്തകൾ ഉണ്ടാകട്ടെ, നല്ല വല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, ഹലോ, നല്ല വല്ല വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ, നല്ല വല്ല നോക്കിയേ മെച്ചൂരിറ്റി ഉള്ള ചിന്തകൾക്ക് നിങ്ങൾ ഉടമസ്ഥരായി മാറട്ടെ. ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, ഇതൊക്കെ പൊട്ടിമാറി ഇവരൊക്കെ അപ്പുറത്തേക്ക് കർത്താവിന്റെ ശരീരം, കർത്താവിന്റെ സഭ, കർത്താവിന്റെ ആലയം, കർത്താവിന്റെ രാജ്യം. ഹലോ, നിങ്ങൾ എന്നെ കൂടി ഉണ്ടോ? ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനകത്ത് നിറയട്ടെ. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിറയാൻ തുടങ്ങിയാൽ തമ്പുരാൻ ആലയം ഉണ്ടാക്കാൻ നോക്കിയ ദാവീദിനെ നോക്കിക്കൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു ഗ്രഹം പണിയാൻ പോവുകയാണ്. നീ എനിക്കൊരാലയം പണിയാൻ റെഡിയാണെങ്കിൽ ഞാൻ നിനക്കൊരാലയം പണിയാൻ റെഡിയാകുകയാണ്. എനിക്കൊരാലയം പണിയാൻ നീ ആഗ്രഹിച്ചെങ്കിൽ തമ്പുരാൻ ദാവീദിനോട് ഉടമ്പടി ചെയ്യുന്നു. ആ ഉടമ്പടിയിൽ പ്രധാനമായ 5 വാഗ്ദത്തങ്ങൾ പറയുന്നു. എഴുതുന്നവർ എഴുതി വെച്ചേരെ. 1, നീ വലിയവനാകും. ദാവീദ് കവനന്റിന്റെ അകത്തുള്ള 5 വാഗ്ദത്തങ്ങൾ ഞാൻ പറയുന്നു. അത് 2 ശമൂവേൽ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ 1-ാം വാക്യം മുതൽ നിങ്ങൾ അതിന്റെ 16-ാം വാക്യം വരെ വായിക്കുക. 5 വാഗ്ദത്തങ്ങൾ. 1, നീ വലിയവനാകും. 2, നിന്റെ പുത്രൻ, നിന്റെ സന്തതി അത്യുന്നതന്റെ പുത്രനാകും. 3, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 3, അവൻ എന്റെ സിംഹാസനത്തിലിരിക്കും. 1, അവൻ വലിയവനാകും. ദാവീദ്, നീ വലിയവനാകും. ദാവീദിനോട് ഉടമ്പടി പറയുകയാണ്, ഞാൻ അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വമാക്കും. അപ്പൊ 1, അവൻ വലിയവനാകും. 2, അവൻ എൻ്റെ പുത്രനാകും. 3, ഞാൻ അവൻ എൻ്റെ സിംഹാസനത്തിലിരുത്തും. 4, അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ളതാകും. 5, അവൻ എനിക്ക് ആലയം പണിയും. നിന്റെ സന്തതി എനിക്ക് ആലയം പണിയും. 5 കൂട്ടം കാര്യം കിട്ടിയോ? അഞ്ചു കൂട്ടം കാര്യം കിട്ടിയോ? ഒന്ന് വായിച്ചേ. 5 കൂട്ടം എഴുതിയ ഒരാൾ വായിച്ചേ. നീ വലിയവനാകും, നിന്റെ പുത്രൻ അത്യുന്നതന്റെ പുത്രനാകും. അടുത്തത്, അവൻ എന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അടുത്തത്, ഞാൻ അവന്റെ രാജ്യം എന്നേക്കും ഒരു രാജ്യവംശമാക്കി നൽകും. അവന്റെ കുടുംബത്തെ ഞാൻ ഒരു രാജ്യവംശമാക്കി മാറ്റും. രാജ്യത്വം എന്നേക്കും നൽകും അവന്. 5, നിന്റെ സന്തതി എന്റെ ആലയം പണിയും. നിന്റെ സന്തതി എന്റെ ആലയം പണിയും. ഈ 5 വാഗ്ദത്തങ്ങളാണ് ദാവീദ്യ കവനന്റിനകത്ത് ദൈവം ദാവീദിനോട് പറഞ്ഞത്. അതിൽ നിങ്ങൾ 7:14 എടുത്ത് 7:14 എടുത്ത്. ഇത് ഇത്രയും ദൈവം പറഞ്ഞപ്പോ ദൈവം ഇത് ചെയ്യൂന്ന് പറഞ്ഞപ്പം നിങ്ങൾ ഈ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയിലും ദാവീദിനോട് പ്രഖ്യാപിച്ച ഉടമ്പടിയിലും ഉള്ള ഒരു മാറ്റം നിങ്ങൾക്ക് പറയാമോ എന്താണെന്ന്? അബ്രഹാമിന് ചെയ്ത ഉടമ്പടി ഉൽപ്പത്തി 15-ലാണ്. ദാവീദിന് ചെയ്ത ഉടമ്പടി 2 ശമൂവേൽ 7-ലാണ്. 2 തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
രണ്ടും കവനന്റ് ആണ്. പക്ഷേ ഉൽപ്പത്തി 15 ഒന്നുണ്ട്, 2 ശമൂവേൽ 7 ഒന്നില്ല. എന്താണ് ഉള്ളത്, എന്താണ് ഇല്ലാത്തത്? വേഗം പറ. മൃഗത്തെ കൊന്ന് രക്തം ചീന്തി മൃഗത്തെ പിളർത്തി വെച്ചത് ഒന്ന് ഉൽപ്പത്തി 15 ശമൂവേലിന്റെ പുസ്തകത്തിൽ മൃഗത്തെ പിളർത്തി വെച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഉൽപ്പത്തിയിൽ മൃഗത്തെ പിളർത്തിയത്? എന്തുകൊണ്ടാണ് ശമൂവേലിന്റെ പുസ്തകത്തിൽ ദാവീദിന്റെ ബദൽ മൃഗത്തെ പിളർത്താതിരുന്നത്? അബ്രഹാം വിശ്വസിച്ചില്ല. നേരം അബ്രഹാം എന്ന് പറഞ്ഞപ്പോൾ ഈ ബോബി സിസ്റ്റർ ആള് മിടിക്കുകയാണല്ലോ. കൺഗ്രാജുലേഷൻ കേട്ടോ. ഓക്കെ, അബ്രഹാം ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ, ഉടമ്പടിയുടെ പ്രോമിസ് കേട്ടപ്പോൾ അതെങ്ങനെ സംഭവിക്കും? അത് എന്തോ മില്ലാൽ അറിയാം എങ്ങനെ സംഭവിക്കും. ദൈവം പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ പോയപ്പോഴാണ് ദൈവം അബ്രഹാമോട് പറഞ്ഞത്, നീ ഉടമ്പടി മൃഗത്തെ കൊണ്ടുവാ. മൃഗത്തെ പിളർത്തി വെച്ചവന്റെ മടിയിലൂടെ നടന്നു. എന്നാൽ ദാവീദിനോട് ഇത് പറഞ്ഞപ്പോഴോ, ദാവീദ് ഉടമ്പനെ പ്രതികരിച്ച പ്രതികരണം 7:18 2 ശമൂവേൽ 7:18 എടുത്ത് ഇത് ഉടമ്പടിയാണെന്നൊക്കെ പുറകെ തെളിയിച്ചു വരാം കേട്ടോ. ബൈബിളിലെ വാക്യം തന്നെ എടുത്തു വരാം. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എന്റെ ഗൃഹവും എന്തുള്ളൂ? അപ്പൊ ദൈവം പറഞ്ഞത് മുഴുവൻ അങ്ങനെ തന്നെ ദാവീദ് വിശ്വസിച്ചോ? നിന്റെ രാജ്യത്വം എന്നേക്കുമുള്ളതാകും, നിന്റെ സന്തതി എന്നേക്കും സിംഹാസനത്തിലിരിക്കും, നിന്റെ സന്തതി എന്റെ ആലയം പണിയും, നിന്റെ സന്തതി എന്റെ പുത്രനാകും, നിന്റെ പേര് വലുതാകും. ഇത്രയും കാര്യങ്ങൾ ദൈവം ദാവീദിനോട് പറഞ്ഞപ്പോ അത് വിശ്വസിക്കാൻ വല്ല സാധ്യതയുണ്ടോ? ബുദ്ധിക്ക് ചേരുന്നതാണോ? ബുദ്ധിക്ക് ചേരുന്നതല്ല. പക്ഷെ പറഞ്ഞത് ദൈവമാണെങ്കിൽ അത് വിശ്വസിക്കാൻ കരുത്തുള്ളൊരു ഹൃദയം ദാവീദിന്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത്, ഇവൻ എന്റെ ഹൃദയപ്രകാരമുള്ളവനാണ്. തമ്പുരാനെ അങ്ങനെ സ്നേഹിക്കുന്നവൻ, തമ്പുരാൻ പറഞ്ഞവൻ അങ്ങനെ ആമേൻ പറയുന്നവൻ. ഇതൊന്നും ആമേൻ പറയാൻ പറ്റുകയില്ല. കാരണം പറഞ്ഞത് എന്താ? നിന്റെ സന്തതി എന്റെ സന്തതിയാകും, അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ളതാകും. അപ്പൊ ഒരു മരിക്കാത്തൊരു സംഭവം ഉണ്ടാകുമോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഈ വാക്തത്വം കേട്ട ദാവീദിന്റെ തലമുറ ഭരിക്കുന്ന രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. ശലോമോന്റെ കാലഘട്ടത്തിൽ 2ആയി വിഭജിക്കപ്പെട്ടു. 2 ഗോത്രങ്ങളുള്ള വടക്കേ രാജ്യവും 2 ഗോത്രങ്ങളുള്ള തെക്കേ രാജ്യവും 10 ഗോത്രങ്ങളുള്ള വടക്കേ രാജ്യവും. ആ കാലഘട്ടത്തിലും പ്രവാചകന്മാർ പ്രവചിച്ചു, ഒരു രാജാവ് നീതിയോടെ വാഴും. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 2 രാജാക്കന്മാർ വാഴുമെന്നല്ല, രാജ്യം വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ്. രാജ്യം വിഭജിക്കപ്പെട്ട് കിടക്കുമ്പോഴും ഒരു രാജാവ് വാഴും. ആമോസിന്റെ പുസ്തകത്തിൽ ദൈവാത്മാവ് എഴുതി വെച്ചു, വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ഞാൻ പണിയും. പ്രവർത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ മരണാടക്ക പുനരുത്ഥാനത്തെ കുറിച്ച് പ്രഖ്യാപിച്ച ശേഷം ജാതികൾ കൂട്ടമായി ദൈവസഭയിലേക്ക് വന്ന് ചേരുന്ന പ്രവർത്തികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വിശദീകരണത്തിന് ശേഷം അപ്പോസ്തലൻ പറഞ്ഞു, വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ പണിയുമെന്നുള്ള പ്രവചന നിവർത്തി ഇപ്പോൾ യേശുക്രിസ്തുവിലൂടെ നിവർത്തിക്കപ്പെടുകയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു രാജകീയ കുടുംബമുണ്ടാകും. ദാവീദിന്റെ വീണുപോയ ഭവനം ഞാൻ പണിയും, ദാവീദിന്റെ ഗ്രഹം ഞാൻ പണിയും. എന്നാൽ ആമോസിനോട് പ്രവചിച്ച പ്രവചനം, ദാവീദിനോട് ചെയ്ത ഉടമ്പടി, ജനം ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ, ജാതികൾ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അതിലൂടെ നിവർത്തിക്കപ്പെടുന്നു എന്നാണ് പ്രവർത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞ് ക്ലാസിന്റെ ഒരു ഭാഗം ഇവിടെ നിർത്തുക. ഇന്ന് മുഖവര പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഇനി ഒറ്റ കാര്യം, ഇത് നമ്മളുമായിട്ട് എന്താ ബന്ധമുള്ളത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന പല രോഗികളോടും യേശുക്രിസ്തു നിരാകരണം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇസ്രായേലിന്റെ അടുക്കലേക്ക് അല്ലാതെ മറ്റാരെങ്കിലും വന്നിട്ടില്ല. പല കരുത ഒഴിഞ്ഞു പോയിട്ടുണ്ട്.
എവിടെയെങ്കിലും ആരെങ്കിലും യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിച്ചാൽ സാത്താൻ യേശുവോടെ നിൽക്കും. അതെന്താ കാര്യം? വായിക്കണം, ബൈബിൾ അങ്ങനെ പഠിക്കണം കേട്ടോ, ബൈബിൾ അങ്ങനെ വായിക്കണം. യോസഫിന്റെ പുത്രമല്ല വിളിച്ചത്. മത്തായി 10:47 ദാവീദ് പുത്ര. ഈ ഞാൻ ദാവീദിന്റെ പുത്രനാണെന്ന് കണ്ണില്ലാത്ത ഭർത്തിമായിക്ക് വെളിപ്പാട്. ദാവീദ് പുത്രൻ ആരാണ്? ദാവീദ് പുത്രൻ ദൈവത്തിന്റെ പുത്രനാണ്. ഇപ്പൊ ദാവീദ് പുത്രനായിട്ട് ഒരുവനെ പ്രഖ്യാപിക്കണമെങ്കിൽ, വിളിക്കണമെങ്കിൽ അവൻ ദാവീദ്യ കവനന്റിന്റെ നിവൃത്തിയാണ്. അവൻ വാഴുന്നവനാണ്. അവൻ ദൈവത്തിന്റെ പുത്രനാണ്. അവൻ അത്യുന്നതന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ലൂക്കോസ് 1:30 തൊട്ട് 33 വരെ വായിച്ചാൽ കിട്ടും. അവൻ ദൈവത്തിന്റെ പുത്രനാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ദാവീദ്യ കവനന്റിന്റെ വെളിപ്പാടിൽ നിങ്ങൾ കാണാൻ പഠിക്കണം. ദാവീദ്യ കവനന്റിന്റെ നിവൃത്തി എന്ന വണ്ണം യേശു ക്രിസ്തു ഇപ്പോൾ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ അവനെ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. നിങ്ങൾ എവിടെ ഇരിക്കുന്നത് ഇപ്പോ? ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങളുടെ വീട്ടില്. അതാണ് കുഴപ്പം. നിങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലല്ല, നിങ്ങൾ ശരീരം കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വീട്ടിലാണ്. പക്ഷെ പൗലോസ് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ അവനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിപ്പിക്കപ്പെട്ട് നിങ്ങളിപ്പോൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. കൃപ. അപ്പൊ നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ എവിടെ ഇരുത്തിയിരിക്കുന്നത്? നിങ്ങൾ ഇരുത്തിയിരിക്കുന്നത് അവന്റെ അകത്താണ്. അവൻ എവിടെ ഇരിക്കുന്നത്? അവൻ ഇരിക്കുന്നത് സ്വർഗീയ സിംഹാസനത്തിലാണ്. അവൻ ആ രാജ്യത്തിന്റെ രാജാവാണ്. അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന എവിടെയാ? നിങ്ങൾ ഇരിക്കുന്ന അവനോടുകൂടെ സ്വർഗത്തിൽ. നിങ്ങൾ ഇരിക്കുന്ന എവിടെയാ? സ്വർഗീയ സിംഹാസനത്തിൽ. നിങ്ങളിപ്പോൾ ആരാ? നിങ്ങൾ പുത്രന്മാരാണ്. നിങ്ങളിപ്പോൾ ആരാ? നിങ്ങൾ അഭിഷക്തരാണ്. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്. ഗലാത്യ ലേഖനം 3:29 പ്രകാരം നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്. അബ്രഹാമിന്റെ സന്തതി ആരാ? ക്രിസ്തുവാണ്. അവന്റെ മേൽ എന്തുണ്ട്? അവന്റെ മേൽ അഭിഷേകമുണ്ട്. ദാവീദ് കവനന്റ് പ്രകാരം നിങ്ങൾ ആരാണ്? നിങ്ങൾ പുത്രന്മാരാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 1:1 ദാവീദിന്റെ പുത്രനായ, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു വംശാവലി. രണ്ട് അച്ചാച്ചന്മാരെ കയറി പിടിച്ചവല്ല. മത്തായി സുവിശേഷകൻ രണ്ട് അച്ചാച്ചന്മാരെ പേര് പിടിച്ചവല്ല. ഒന്ന് അബ്രഹാമിന്റെ പുത്രൻ, അവൻ ആരാ? അവൻ ക്രിസ്തുവാണ്. അവൻ മശികയാണ്. രണ്ടവൻ ആരാ? രണ്ടവൻ ദാവീദിന്റെ പുത്രനാണ്. അവൻ ആരാ? അവൻ ദൈവത്തിന്റെ പുത്രനാണ്. അവൻ ആലയം പണിയുന്നവനാണ്. അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്. അബ്രഹാമിന്റെ പുത്രൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു പറഞ്ഞില്ല. അബ്രഹാമിന്റെ പുത്രൻ സകല ജാതികൾക്കും അനുഗ്രഹമാണ്. പക്ഷെ ദാവീദിന്റെ പുത്രൻ അങ്ങനെയല്ല. അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്. അവൻ ആലയം പണിയുന്നവനാണ്. അവൻ വലിയവനാകും. അവൻ എന്നേക്കും വാഴും. അപ്പൊ ദാവീദ്യ കവനന്റിലാണ് നിങ്ങൾ വാഴ്ച വെളിപ്പെടുന്നത്. ദാവീദ്യ കവനന്റാണ് നിങ്ങളെ പുത്രന്മാരാക്കുന്നത്. അപ്പൊ നിങ്ങൾ സൺസ് ഓഫ് ഗോഡ് ആണ്. നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങൾ എനിക്കിതിങ്ങനെ പറയാൻ തുടങ്ങിയാൽ നിർത്താൻ തോന്നുകയില്ല. പക്ഷെ നിർത്തണം, എവിടെയും കൊണ്ട് നിർത്തണ്ടേ? ഇവിടെ ഇപ്പൊ നിർത്താം. ഈ ഫിലിപ്പിന്റെ കൈസരെ വെച്ച് യേശുക്രിസ്തു ചോദിച്ചില്ലേ, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നെന്ന്? പത്രോസ് എന്ത് പറഞ്ഞു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. നീ ക്രിസ്തുവാണ്. ക്രിസ്തു അബ്രഹാമ്യ കവനന്റിന്റെ നിവൃത്തി. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. നമ്മൾ പുത്രനായ ക്രിസ്തു രണ്ടും കൂടെ ഒന്നാക്കി വെച്ചേക്കുക. രണ്ട് റെവലേഷനാ പത്രോസ് പറഞ്ഞത് അബ്രഹാമിന്റെയും ദാവീദിന്റെയും സന്തതിയായ ക്രിസ്തു. അത് മത്തായി 1:1 പറഞ്ഞില്ലേ? ആ രണ്ടിന്റെയും സന്തതി ആരാണ്? ഒന്ന് പുത്രനായ ക്രിസ്തു, രണ്ട് പുത്രനായ യേശു ക്രിസ്തു, രണ്ട് ക്രിസ്തുവായവൻ. ഈ രണ്ടും കൂടെ പത്രോസ് ഒരുമിച്ച് കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത് എന്താ പറഞ്ഞേ? സ്വർഗസ്ഥനായ പിതാവ് അത്ര നിനക്കത് വെളിപ്പെടുത്തി തോന്നുന്നത്. അടുത്ത വാക്കെന്താ? ആരെല്ലാം അറിയാവുന്ന ഒരാൾ പറഞ്ഞു, വേഗം പറഞ്ഞേ. ഞാൻ ബൈബിള് തപ്പാൻ പോവാ നിങ്ങൾ. കർത്താവേ കൃപ. ഞാൻ പറയുന്നേ, വേഗം പറ. ഞാൻ എന്റെ സഭയെ പണിയും. ഞാൻ എന്റെ സഭയെ പണിയും. ഞാൻ എന്റെ ആലയത്തെ പണിയും. പാതാള ഗോപുരങ്ങൾ അവനെ ജയിക്കയില്ല. ദൈവരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. കണ്ടോ? കിങ്ഡം കീസ് തരുന്നു. കിങ്ഡം കീസ് കൊടുക്കാൻ കാരണം എന്താ?
അവനാണ് ഇനി അധികാരം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവനാണ് രാജ്യം, അവനാണ് രാജാവ്. അവൻ അവന്റെ രാജ്യം പണിയുകയാണ്, അവൻ അവന്റെ ആലയത്തെ പണിയുകയാണ്. അപ്പോൾ ദാവീദ് കവനന്റിനകത്താണ് ആലയ പണി നടക്കുന്നത്. ഇനി നിങ്ങൾ ചിന്തിച്ചേ, സകല ജാതികൾക്കും അനുഗ്രഹമാകുന്നത് അബ്രഹാമ്യ സന്തതി. അപ്പൊ അനുഗ്രഹമാകുന്നവർ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് എവിടെ വരുന്നു? സഭയിൽ വരുന്നു. ആ സഭയെ പണിയുന്നവരാണ് ക്രിസ്തു. പണിത് എന്തിനാലാണ്? കിങ്ഷിപ്പിനാൽ. അപ്പൊ അതുകൊണ്ട് ദാവീദ് സന്തതി എന്ന് ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വരേണ്ടത് അവൻ രക്ഷകനാണെന്ന് മാത്രമല്ല, അവൻ അഭിഷക്തനാണെന്ന് മാത്രമല്ല, അവൻ രാജാവാണ്, ദൈവരാജ്യത്തിന്റെ രാജാവാണ്. ദാവീദ് പുത്ര എന്ന് യേശുവിനെ ഒരാൾ വിളിച്ചാൽ അവനൊരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പിന്നെ വെച്ചിട്ടില്ല. ഉടൻ അവൻ വിളിച്ചവന്റെ അവസ്ഥ എന്താണോ അതിൻ്റെ മേൽ വാഴുന്ന ദൈവശക്തി തുറന്നു. നിന്റെ കണ്ണ് കുഴപ്പമാണോ? നിന്റെ കണ്ണ് തുറന്നിരിക്കും. കർത്താവ് ദൈവരാജ്യം പോയി പ്രസംഗിക്കുക, കാഴ്ചയില്ലാത്തവരെ രോഗികളെ സൗഖ്യമാക്കുക, മുട്ടന്തന്മാരെ മടത്തുക, മരിച്ചവരെ ഉയർപ്പിക്കുക. ഇത് രാജ്യത്തിന്റെ ശക്തിയുടെ പ്രദർശനമാണ്. കിങ്ഡം റെവലേഷൻ നിങ്ങളുടെ മേൽ വന്നാൽ, കിങ്ഡം ശക്തി നിങ്ങളുടെ മേൽ തുറന്നാൽ, കിങ്ഡം അധികാരം നിങ്ങളുടെ മേൽ തുറന്നാൽ നിങ്ങളുടെ മിനിസ്ട്രി ആരംഭിക്കുകയാണ്. ക്രൈസ്റ്റ് റെവലേഷൻ നിങ്ങളെ ക്രിസ്തുവിനോളം വളർത്തും. കിങ്ഡം റെവലേഷൻ നിങ്ങളുടെ ശുശ്രൂഷയിൽ ഭയങ്കര ദൈവശക്തിയുടെ പ്രദർശനം കൊണ്ടുവരാൻ തുടങ്ങും. ഭയങ്കര അത്ഭുതങ്ങൾ ദൈവാത്മാവ് നിങ്ങളോട് തുറക്കാൻ തുടങ്ങും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷ്യം കേട്ടതാണ്. ഒരു ദൈവദാസൻ കിങ്ഡം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്ന സമയത്ത് വൈദ്യശാസ്ത്രം അകത്തു വളരുന്ന കുഞ്ഞിന് കിഡ്നി ഇല്ലെന്ന് പറയുന്നു. ആ സ്കാനിങ് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ കിങ്ഡം റെവലേഷനിൽ മഹിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ആ ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ സഹോദരി അറിഞ്ഞു തൻ്റെ അകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. പിന്നെ 9-ാം മാസം കഴിഞ്ഞ ഈ കുഞ്ഞ് ഈ സഹോദരി പ്രസവിച്ച ആ കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമോ കുഞ്ഞിനില്ല. കിങ്ഡം നിന്റെ രോഗത്തെ പൂർണ്ണമായി സൗഖ്യമാക്കും. ഇല്ലാത്ത അവയവങ്ങളെ നിന്റെ മേൽ തുറക്കും. അന്തികാല ഉണർവിൽ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നവർ കിങ്ഡം വെളിപ്പാടുകളാണ് ദൈവാത്മാവ് തുറക്കാൻ പോകുന്നവർ. അന്തികാല ഉണർവിൽ ദൈവാത്മാവ് തുറക്കാൻ പോകുന്ന കിങ്ഡം റെവലേഷനാണ്. നിങ്ങളെ ദൈവം രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ വാഴുന്നവരായി മാറും. നിങ്ങൾ ആരാണ്? നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയായ, ദാവീദിന്റെ സന്തതിയായ ക്രിസ്തുനാഥൻ അകത്ത് വസിക്കുന്നവരാണ്. നിങ്ങൾ വാഴുന്നവരാണ്. നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് ഈ ജ്ഞാനം നിങ്ങളുടെ അകത്ത് നൽകട്ടെ, ഈ പരിജ്ഞാനം നിങ്ങളുടെ അകത്ത് നൽകട്ടെ. കിങ്ഡം ദൈവം നിങ്ങൾക്ക് നിയമിച്ചു തന്നിരിക്കുന്നു. ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2 മിനിറ്റ് നേരം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളെ കേൾപ്പിച്ചത് ഇത് വെറും ഒരു അറിവായി നിങ്ങളുടെ അകത്ത് നിൽക്കരുത്. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. വാഴുന്നവരായി ദൈവിക വാഴ്ച നമ്മൾ വെളിപ്പെടാനായിട്ട് കഴിയുന്നവരൊക്കെ നിങ്ങളുടെ മറ്റ് സൗണ്ടുകൾ, സംസാരം നിങ്ങളുടെ ഭവനങ്ങളിൽ ഇല്ലെങ്കിൽ 2 മിനിറ്റ് നേരം നിങ്ങളുടെ മൈക്കിൽ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു, അന്യഭാഷ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, ഇന്നു മുതൽ ഞങ്ങൾ ആരംഭിക്കുന്ന ഈ കിങ്ഡം റെവലേഷൻ, ഈ ദാവീദ്യ കവനന്റ് ഞങ്ങളുടെ അകത്ത് ശക്തിയോടെ പകർക്കപ്പെടുവാൻ, ഞങ്ങളുടെ അകത്ത് ശക്തിയോടെ തുറക്കുവാൻ, പരിശുദ്ധാത്മാവേ ആ ജീവൻ ഞങ്ങൾ ശക്തിയോടെ തുറന്നു വരുവാൻ, ആ ജീവന്റെ ശക്തി ഞങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ. ഷാദൽ ഘടകതന ആ ദാവീദിന്റെ പുത്രനാണ്. അങ്ങ് വെളിപ്പാട് ഞങ്ങളുടെ അകത്ത് വരുമ്പോൾ അങ്ങ് ദൈവത്തിന്റെ പുത്രനാണ്, അങ്ങ് രാജാവാണ്, അങ്ങ് വാഴുന്നവനാണ്. അത് ഞങ്ങളുടെ അകത്ത് വെളിപ്പാടായി മാറുവാൻ, അവന്റെ ജീവൻ തുറക്കാൻ, അവന്റെ ശക്തി തുറക്കുവാൻ. ഷാബൽ ഘടകമന ദൈവമക്കൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ട്. ദൈവമക്കൾ അനുഭവിക്കുന്ന സകല രോഗങ്ങൾക്കും സൗഖ്യമുണ്ട്. ദൈവമക്കൾ അനുഭവിക്കുന്ന സകല പ്രതികൂലത്തിനും, സകല പ്രതിസന്ധിക്കും, സകല പരീക്ഷയ്ക്കും പോക്കുവഴിയുണ്ട്. അവൻ നമ്മെ നികാസ്കരേഖ, അവൻ നമ്മെ പുറത്തിറക്കുന്നവനാണ്, അവൻ നമ്മെ പുറത്തു കൊണ്ടുവരുന്നവനാണ്. ആരാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത്? വാഴുന്നവനാണ് പുറത്തു കൊണ്ടുവരുന്നത്. അവൻ രോഗത്തിന്റെ മേൽ വാഴ്ചയുള്ളവനാണ്, അവൻ മരണത്തിന്മേൽ വാഴുന്നവനാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വാക്ക് പറഞ്ഞ യേശുവിന്റെ ശക്തി, ആ ജീവൻ, ആ അധികാരം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ തുറക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓരോ കുടുംബങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1-2 മിനിറ്റുകൾ കഴിഞ്ഞ
കഴിയുന്നവരെല്ലാം പ്രാർത്ഥിക്കുക. കഴിയുന്നവരെല്ലാം അപരങ്ങൾ തുറമ ശാഖറബന അന്തൽ കടകഥന. ഈ സന്ദേശം വെറും ഒരു പഠനമായിട്ട് നിങ്ങളുടെ അകത്തിരിക്കരുത്. ഇന്ന് ഒരുപക്ഷെ ഇൻഫർമേഷൻ ആയിരിക്കാം, അത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ആയി മാറണം, അത് നിങ്ങൾക്ക് നോളജ് ആയി മാറണം, അത് നിങ്ങൾക്ക് വിഷ്ടമായി മാറണം. എന്റെ യേശു അവൻ ദാവീദിന്റെ പുത്രനാണ്. എന്റെ യേശു അവൻ ദാവീദിന്റെ പുത്രനാണ്. അവൻ പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് അവൻ സ്വർഗ്ഗാരോഹണം ചെയ്ത് അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇപ്പോൾ അവൻ രാജാവായി വാഴുകയാണ്. എന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നു. ഞാൻ രാജ്യത്തിൽ വാഴുന്നവനാണ്. എന്നെ കിങ്ഡമാക്കിയിരിക്കുന്നു. ഈ കിങ്ഡത്തിനൊരു സ്വഭാവമുണ്ട്, ഈ കിങ്ഡത്തിനൊരു മനോഭാവമുണ്ട്, ഈ കിങ്ഡത്തിൽ റിസോഴ്സസുകളുണ്ട്, ഈ കിങ്ഡത്തിന് ഫെസിലിറ്റികളുണ്ട്. ഈ കിങ്ഡം നിങ്ങളുടെ മേൽ തുറന്നു വരും. ഒന്ന് മമ്മിയോട് ദൈവത്തിന് മമ്മി പറയാമെങ്കിൽ പറഞ്ഞു, പരിശുദ്ധാത്മാവേ ഇവൻ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. അവൻ ആലയം പണിയോ. നിന്നിൽ ആ വാഴ്ചയുടെ വെളിപ്പാട് സംഭവിച്ചാൽ നീ കർത്താവിന്റെ സഭ പണിയുന്നവനായി മാറും. നിന്നിലൂടെ അവനത് പണിയാൻ തുടങ്ങുമെന്ന്. ഈ രാത്രിയിൽ ഓരോ കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ട ഓരോ വ്യക്തികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഭവങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ശാരീരിക രോഗങ്ങൾ, ആദാമ്യ പാപത്താൽ കടന്നു പിടിച്ചിരിക്കുന്ന മരണങ്ങൾ, ദാരിദ്ര്യങ്ങൾ എല്ലാം ഇന്ന് രാത്രി പൊളിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ശാപങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. ദാരിദ്ര്യം സമ്പന്നതയായി മാറട്ടെ. പാപം നീതിയായി മാറട്ടെ. ഇപ്പോൾ ആ കൈമാറ്റങ്ങൾ സംഭവിക്കട്ടെ. അടഞ്ഞ വഴികൾ തുറക്കട്ടെ. ആത്മീക ശുശ്രൂഷയുടെ ആഴങ്ങൾ തുറക്കട്ടെ. ഈ ജനം അനുഗ്രഹം അനുഭവിക്കട്ടെ. ഇവർ ദൈവാത്മാവിനാൽ കാഴ്ചപ്പാടുള്ളവരായി മാറട്ടെ. ഇവർ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നവരായി മാറട്ടെ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. ഓ റബാന, ഇവരുടെ കുടുംബം ദൈവത്താൽ പണിയപ്പെടട്ടെ. ഈ സന്ദേശം നിങ്ങൾ ധ്യാനിക്കുക. തെസ്സലോനിക്കയിലുള്ളവർ ബെരോവയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ തിരുവെടുത്ത് അങ്ങനെയൊന്നെയോ എന്ന് അവർ പരിശോധിക്കുന്നവരായിരുന്നു. നിങ്ങൾ ഇത് പരിശോധിക്കണം. നിങ്ങൾ പ്രവർത്തന പുസ്തകം വായിച്ചു നോക്കണം. അവിടെ മുഴുവൻ പറയുന്നത് ദാവീദിയ കവനന്റിന്റെ നിവൃത്തിയാണ്, യേശുവിന്റെ ഉയർപ്പെന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് നമ്മുടെ അകത്ത് കവനന്റിന്റെ വെളിപ്പാട് വീണ്ടും തുറക്കട്ടെ. കിങ്ഡം റെവലേഷൻ തുറക്കട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. നാളെ രാവിലെ നമുക്ക് പ്രാർത്ഥനയുണ്ട്. നാളെ പകൽ മുഴുവൻ, കഴിയുന്ന സമയം മുഴുവൻ നമ്മൾ ദൈവത്തിൽ ഇരിക്കുകയാണ്. ദീർഘമായ സമയങ്ങൾ നമ്മൾ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മറ്റ് പ്രോഗ്രാമുകളെല്ലാം ക്യാൻസൽ ചെയ്യുക. ദൈവത്തിൽ വെറുതെ ഇരിക്കുക. ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളെ ശുശ്രൂഷിക്കും. പറ്റുന്നവർ ചർച്ചിൽ വരിക. ഇത് ഭയങ്കരമായൊരു മൂവായി മാറും. എല്ലാ പ്രാവശ്യവും നമ്മൾ ദീർഘദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാണിരിക്കാൻ ഇപ്രാവശ്യം അങ്ങനെ ക്രമീകരിച്ചിട്ടില്ല. മണിക്കൂറുകൾ സമയമെടുത്ത് പ്രാർത്ഥിച്ചിരിക്കാൻ പോവുകയാണ്. നിങ്ങളെ ഞാൻ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ രാജ്യത്തില്ലാത്തവർക്ക് നിങ്ങളുടെ മുറികളിൽ സൂമിനകത്തിരുന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കാം. എനിക്ക് നല്ല നിർണയമുണ്ട്. സംഭവിച്ച സംഭവങ്ങൾ മുറിയിൽ സൂമിനകത്ത് മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സമാപനത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ദൂതന്മാർ ഇറങ്ങി സൗഖ്യമാക്കിയവരുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ഞാൻ പറയുന്നത്. ഇത് അനുഭവമാണ്. സംഭവിക്കുന്നുള്ളത് വ്യാമോഹമല്ല. പ്രാർത്ഥിക്കാം. മഹത്വകരമായി നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഒറ്റവാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ഞങ്ങൾ പുതിയ ഉടമ്പടി പഠിച്ച് പുതിയ നിയമ ശുശ്രൂഷ പഠിച്ചു വരുന്നതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് ഞങ്ങൾ ഇന്ന് രാത്രി പ്രവേശിച്ചല്ലോ. ദാവീദിയ ഉടമ്പടിയുടെ നിവൃത്തിയാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സംഭവിച്ചതെന്നും ഞങ്ങളെ ആ ഉടമ്പടിയിലൂടെ അങ്ങ് രാജ്യമാക്കിയത്, രാജാക്കന്മാരാക്കിയത്, ഞങ്ങൾ തുടങ്ങിയ പദവികൾ, അതിൻ്റെ ഒരു പ്രാരംഭ പടി ഞങ്ങൾ ഇന്ന് രാത്രി കാണിച്ചല്ലോ. ഞങ്ങളെ അതിനകത്തേക്ക് നടത്തണമേ. ഈ ജനത്തിനകത്ത് അത് പ്രകാശനമാക്കി നൽകണമേ. ഇവരകത്ത് അത് വെളിപ്പാടാക്കി നൽകണമേ. അങ്ങ് സ്വപ്നത്തിലൂടെ സംസാരിക്കണമേ. അങ്ങ് ദർശനത്തിലൂടെ സംസാരിക്കണമേ. അങ്ങയുടെ ദൂതന്മാർ ഇവരുടെ ഇടപെടണമേ. ദൈവവചനത്തിന്റെ പരിജ്ഞാനം തുറന്നു കൊടുക്കണമേ. ദൈവരാജ്യത്തിന്റെ ശക്തി ഇവരെ മേൽ തുറന്നു കൊടുക്കണമേ. സമയമെടുത്ത് പ്രാർത്ഥിക്കുവാൻ, സമയമെടുത്ത് അങ്ങ് ആരാധിപ്പാൻ അങ്ങ് ഇവരെ മേൽ കൃപ കൊടുക്കണമേ. കിങ്ഡത്തിന്റെ ഗേറ്റുകൾ ഇവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ. രാജ്യത്തിന്റെ വാതിലുകൾ അങ്ങ് ഇവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ. കണ്ടമാന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അങ്ങയുടെ മക്കൾ അനുഭവിക്കുന്നു. ഇതിനെല്ലാം പരിഹാരം കർത്താവിൻ്റെ സഭയിലാണെന്നും ഇതിനെല്ലാം പരിഹാരം അവൻ്റെ കർത്താവിൻ്റെ മേശയിലാണെന്നും അവിടെയാണ് രാജ്യം നിയമിച്ചു വരുന്നതെന്നും ഇവരകത്ത് വെളിപ്പാടായി മാറട്ടെ. ഞാൻ അവനായിട്ട് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ യാചന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ
കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയ്ക്കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോട് നമ്മൾ ഓരോരുത്തരും ഇന്നും വന്നേക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രി ജയമല കർത്താവ് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും ഷലോം. രാവിലെ 5:30 നമുക്ക് ഈ വിഷയങ്ങൾ തന്നെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ. ഷലോം.